നാം ആരെ ആരാധിക്കുന്നത്? हम किसकी आराधना करते हैं? സകലത്തിനും മീതെ അധികാരമുള്ളവൻ, सबके ऊपर जो अधिकार रखता है। നിങ്ങൾ പോകുന്ന പരിസ്ഥിതി എന്താണെന്ന് എനിക്കറിയത്തില്ല. आप जिस परिस्थिति से गुजर रहे मैं नहीं जानता. അതേത് അവസ്ഥയായാലും അതിന് മുകളിൽ കയറിന്നുകൊണ്ട് പറയണം, എന്റെ യേശു ഇതിന് മീതെ അധികാരമുള്ളവനാ. वो जो भी परिस्थिति क्यों ना हो, उसके ऊपर चढ़कर खड़े होकर बोलना कि मेरा यीशु इन सारी बातों के ऊपर अधिकार रखता है. हालेलुया. എന്റെ യേശു ഇതിനെല്ലാം മീതെ അധികാരമുള്ളവനാ. मेरा यीशु इन सारी बातों के ऊपर अधिकार रखने वाला है. നീ ആരെയാ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നേ? हे शैतान तू किसको डराना चाहता है? അതിനെല്ലാം മുകളിൽ നിന്ന് രാജാവായി വാഴുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്. हालेलुया. उन सारे बातों के ऊपर खड़े होकर राजा के तौर पर विराजमान एक प्रभु परमेश्वर है. എന്റെ പരിസ്ഥിതിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്. मेरे परिस्थिति के बीच में उतर आने वाला मेरा परमेश्वर है. അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നാൽ അവൻ ഒരു നാൾ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് എനിക്ക്. उसके पास अगर दौड़ कर जाए तो कभी छोड़ने वाला नहीं, वैसा एक परमेश्वर है मेरे लिए. ഓ, എത്ര സൗഭാഗ്യകരമായ ജീവിതം. क्या ही सौभाग्य जीवन है. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ
എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. पिछले दिन मैं ये गीत को मेरे मन में ऐसे गा रहा था. നമുക്ക് വേണ്ടി നമ്മെ കനിവോട് നോക്കുന്ന ഒരു കർത്താവുണ്ട്. हमारे लिए एक दया के साथ देखने वाला एक परमेश्वर. കരയുന്ന കാക്കയ്ക്കും വയലിലെ ഓസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവർ. കരയുന്ന കാക്കയ്ക്കും വയലിലെ ഓസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവർ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവീശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവീശനെ നോക്കിയിടുന്നു. മുതാമ്പക്കൽ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ പാട്ടാണിത്. ये गीत साधु बच्चन उपदेशी का गाना है. വളരെ അർത്ഥവത്തായ വഴികൾ. काफी मीनिंगफुल लाइंस है इसके. ഇങ്ങനെയാ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും. इस गीत में ऐसा कहा है कि दुनिया में कोई भी सहायक नहीं है, सब लोग हमें देखकर यूं ही चले जाते go हैं. through a crisis, जब हम एक मुसीबत की अवस्था से गुजरते हैं, ആയിരക്കണക്കിന് കൂട്ടുകാർ നമുക്ക് ഫേസ്ബുക്കിൽ ഉണ്ടാകാം, 1000 दोस्त लोग हमारे फेसबुक में होते होंगे, ബന്ധുബലം ഒത്തിരി ഉണ്ടാകാം, हमें बहुत सारे बंधु we मित्र may be होंगे, part of a big family. हम एक बहुत बड़े परिवार का भाग हिस्सा हो सकता ഫാമിലി होगा. ട്രീ ഒക്കെ നോക്കിയാൽ എണ്ണാൻ പറ്റാത്ത പോലെ ആളുകൾ ഉണ്ടാകാം. अगर फैमिली ट्री देखें तो हम गिन नहीं सकते, उतनी बड़ी हो सकती है. ഈ കർത്താവിന്റെ ദാസൻ ഈ വരികൾ എഴുതിയത് जब ये परमेश्वर के दास इन is पंक्तियों from को his लिख रहे life थे, experience. तो अपने जीवन के अनुभवों से लिख When रहे he थे. was going through a crisis in his life, जब वो अपने जीवन की मुसीबत अवस्था से गुजर रहा വലിയ था, പ്രതിസന്ധിയുടെ കുടുംബം പോകുമ്പോൾ बहुत बड़ी मुसीबत से गुजर रहे थे, അദ്ദേഹം വീടിന്റെ തിണ്ണയെന്ന് പറയാ ഇറയത്തിരിക്കുക. वो घर के वरांदा में बैठकर വലിയ പ്രതിസന്ധിയുടെ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ഫാമിലി കടന്നു പോവുകയാണ്. बहुत बड़ी मुसीबत की अवस्था से साधु गुच्चोन्यू उपदेशी का परिवार बीत रहा था. വീടിന്റെ മുന്നിലൂടെ ഒരു ചെറിയ റോഡുണ്ട്. घर के सामने से एक छोटा सा ആ रोड है. റോഡിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. ബന്ധുവാ കേട്ടോ. वो रोड में से एक व्यक्ति चलकर जा रहा है, वो बंधु है, परिवार का हिस्सा था. ഹല്ലേലൂയ. അടുത്ത് വന്നപ്പോൾ जब वो पास आया, ഉപദേശി അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് उपदेशी वहां पर बैठकर മുഖം देखकर കൊടുത്താൽ കണ്ണ് കൂട്ടിമുട്ടിയാൽ സഹായം ചോദിച്ചുകൊണ്ട് ഓർത്തോണ്ട്, അല്ലെങ്കിൽ സഹായിക്കണമെന്ന് ഓർത്തോണ്ട്, अगर चेहरा उससे मिल ले, अगर हम उसे देख ले तो मुझे उसे मदद करना पड़ेगा, ഈ ये डर से ശീലക്കൊട പിടിച്ചാ പോകുന്നത്. കൊട ये छतरी पकड़कर वो चल रहा था. പഴയ ശീലക്കൊട ഇല്ലേ? അല്ലല്ല, ശീലക്കൊട, ഓലക്കൊട, ശീലക്കൊട, ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഈ കൊട പിടിച്ചാ പോകുന്നത്. ये बड़ा सा छतरी पकड़कर वो चल रहे थे. അതിങ്ങനെ മുഖം മറച്ചു, वो अपना मुंह ഉപദേശി छुपा കാണാതിരിക്കാൻ दिया വേണ്ടി. कि वो उपदेशी मुझे ना देख അപ്പൊ ले. ഉപദേശി അവിടെ ഇരുന്നോണ്ട് എഴുതിയ വരികളാണ്. तो उधर बैठकर लिखा हुआ ആരും पंक्तियां हैं ये. സഹായമിൽ എല്ലാവരും ഭാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. പാടാൻ പറ്റുമോ കൂടെ? ആരും സഹായമിൽ എല്ലാവരും ഭാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം, എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം Thank you, Holy സ്വർഗസിംഹാസനം Spirit. തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞാട്ട് എനിക്കൊരു സഹായകനുണ്ട്. अपनी आंखें बंद करके हृदय को स्वर्ग की ओर उठाकर कहे कि मेरा एक എല്ലാവരും എന്നെ सहायक है. കൈവിട്ടാലും, जब सब लोग मुझे छोड़ दे, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും, जब सब लोग मुझे त्याग दे, ആരും എന്നെ കാണുന്നില്ലെങ്കിൽ,
कोई मुझे ना देखे। പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ഇന്ന് പകൽക്കാലം പറയും. पवित्र आत्मा किसी को देखकर ऐसा कह रहा है, We sing, hallelujah. हम जो गीत को गाते നമ്മൾ हैं, പാടുന്നതൊക്കെ ഉണ്ടല്ലോ. हम जो गाते हैं രാവിലത്തെ ना, സർവീസിൽ പറഞ്ഞു ദൈവത്തിന്റെ സന്ദേശമാണ്. मैंने सुबह कहा कि God वो is परमेश्वर का talking to संदेश you. है, परमेश्वर आपसे God बात is कर talking रहा to है, you. परमेश्वर आपसे बात ഒന്ന് कर പറഞ്ഞിട്ട് रहा അപ്പ है। എന്നോടൊന്ന് മിണ്ടിക്കാട്ടപ്പാ. कहे कि परमेश्वर मुझसे बात I want to कर, hear you. എനിക്ക് കേൾക്കണം. मैं നിന്റെ तुझे ശബ്ദം सुनना കേൾക്കണം. चाहता हूँ। ഓ ശകനാരം. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. परमेश्वर हम ഈ प्रार्थना करते ആരാധനാലയത്തിൽ हैं, നിന്റെ മക്കൾ വന്നു. इस आराधनालय में आपके संतान लोग അവര് आ വെറും गए, കൈയായിട്ട് മടങ്ങി वो പോകണം. खाली हाथ लौटने न നിന്റെ पाए, വചനം അവരെ സ്പർശിക്കണം. तेरे वचन उन्हें छूने നിന്റെ पाए, ആത്മാവ് അവരെ തൊടണം. तेरी आत्मा उन्हें छूने വലിയ ചില पाए, മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. बहुत बड़ा परिवर्तन उनके जीवन Oh में आने Lord, we पाए। pray, we pray, we pray, we प्रार्थना pray, करते we हैं, pray. Let your spirit move here, Marshal. आपकी पवित्र आत्मा की इच्छा പരിശുദ്ധാത്മാവ് संचालन ഇവിടെ होने നിന്ന് दे, ചലിക്കട്ടപ്പാ. पवित्र आत्मा की संचालन यहाँ ഓ होने നിന്റെ दे, പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് ചലിക്കട്ടെ. पवित्र आत्मा यहाँ पर चलने दे। അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും എല്ലാം എന്റെ കർത്താവാ. मेरा माता पिता भाई बहन वस्तु सारा सुख परमेश्वर है। Thank you Jesus. हालेलुया। Hallelujah. കർത്താവേ, Rikharabash ഷേഖേനി. എന്റെ അപ്പാ, ഹല്ലേലൂയ. എന്റെ അപ്പാ ശമനാരത്തൽ പർശൽ കമന. മറ്റൊന്നും ചിന്തിക്കട്ടെ. Just look up to heaven. Hallelujah. और कुछ भी न सोचे, केवल स्वर्ग की ओर ध्यान ले। इधर उधर देखना नहीं है. अबड़े में Do not नोकिंदा, bother about what is happening. यहाँ पर क्या चल रही है उससे आपको With your न neighbor. देखे। Hallelujah. आपके बाजू He may be वाले- crying. She may be crying. शायद वो रो She रहा may be होगा, worshiping. शायद वो आराधना कर रही होगी, Just give yourself into God's hand. लेकिन आप उसे न देखे, अपने आप को परमेश्वर के हाथों में And say, दे दो। have your way in me, Lord. और Hallelujah. कहे कि परमेश्वर तेरी इच्छा मेरे जीवन में होने Have दे, your way in me, Lord. तेरी इच्छा मेरे जीवन में होने ദൈവമേ दे। നീ എന്നിലൊന്ന് പ്രവർത്തിക്കണം. परमेश्वर तू मुझ में कार्य कर। കർത്താവേ. Rikharabash-aduna. ഓ എന്റെ Yes, യേശുവേ, Lord. Hallelujah. എന്റെ യേശുവേ, मेरा यीशुवे। എന്റെ യേശുവേ. ഭാഷയ്ക്ക് ഓ, പ്രാർത്ഥിച്ചാട്ട് റിഖാന പ്രാർത്ഥിച്ചാട്ട് ആരും പ്രാർത്ഥന നിശബ്ദരായി കരേ. നിൽക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒന്ന് കൺവിക്ട് ചെയ്യട്ടെ. पवित्र आत्मा आपको अगुवाई देने पाए। Holy Spirit, take control over here, Lord. पवित्र आत्मा यहाँ का पूरा Oh, नियंत्रण we लेने दे। welcome you, Holy Spirit. पवित्र आत्मा हम आपका स्वागत करते We हैं। welcome you, Holy हम Spirit. आपका स्वागत करते हैं। Oh, we welcome you, Holy पवित्र Spirit. आत्मा हम आपका स्वागत करते हैं। Take control over your people, Lord. Mashekeni ram. सारी जनताओं का पवित्र आत्मा नियंत्रण लेने दे। Jal pela mashekeni. रिखराबाश-थे-रिखेराबा। അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞിട്ട് എന്റെ യേശു सीने में हाथ लगाकर कहे, माता पिता, मेरा घर और मेरा सब something is happening in your life. सब Thank you, Holy Spirit. Hallelujah. वो मेरा परमेश्वर है। बचपन से लेकर आज तक मुझे चलाने वाला परमेश्वर, और वो परमेश्वर का ആരും
കവിഞ്ഞാർദ്രവാനും പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയ്ക്ക് കാതനും സാധുവിനപ്പം എല്ലാവർക്കും എല്ലാം പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുകയാണ്. पवित्र आत्मा किसी को देख कर कह रहा है, നിങ്ങളെ കാണുന്നൊരു കർത്താവുണ്ട്. आपको देखने वाला एक परमेश्वर മറ്റാരും है, കണ്ടില്ലെങ്കിലും कोई और भी ना देख ले. ഹാഗാറിനെ കണ്ടതുപോലെ हागार को जिस प्रकार से देखा था, നിങ്ങളെ കാണുന്നൊരു കർത്താവ്. आपको देखने वाला एक परमेश्वर है. രൂത്തിനെ आमेन, കർത്താവ് हालेलुया. കണ്ടതുപോലെ रूत को जिस प्रकार से നിങ്ങളെ परमेश्वर ने കാണുന്നൊരു देखा था, കർത്താവുണ്ട്. आपको देखने वाला एक परमेश्वर है. हालेलुया. നിങ്ങൾക്കറിയാമോ क्या आप जानते हो, നവോമി പറഞ്ഞത്, नवोमी ने ऐसे कहा, എന്നെ ഇനി നവോമി എന്ന് വിളിക്കരുത്, अब से मुझे नवोमी मत എന്നെ पुकारना, ഇനി മാറ എന്നേ വിളിക്കാവൂ. अब से मुझे मारा ഞാൻ कहना, കൈപ്പായിരിക്കുന്നു. क्योंकि मैं खड़वा हो चुकी हूँ. ഒഴിഞ്ഞവളായി ഞാൻ പോയി. मैं खाली होकर ഓ गई थी, സോറി, നിറഞ്ഞവളായി ഞാൻ പോയി. मैं भरकर यहाँ से गई थी, ഞാൻ ഒഴിഞ്ഞവളായി വന്നിരിക്കുന്നു. लेकिन अब खाली होकर आई हूँ. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ നോക്കി ദൂത് പറയുക. पवित्र आत्मा किसी को देखकर वाणी If कह someone रहा is है, feeling emptiness in your life, कोई अपने जीवन में खालीपन को महसूस കഴിഞ്ഞ कर വെള്ളിയാഴ്ച रहा हो. ദൈവാത്മാവിനോട് ഇത് പറയാൻ പറഞ്ഞു. पिछले शुक्रवार को ये कहने के लिए कहा But था, somehow I missed it. लेकिन मैं ये बोल नहीं पाया. But God is reminding me to say it again. पवित्र आत्मा वापस याद दिला रही You may है. be feeling that emptiness in your life. आप आपके जीवन में उस खालीपन को अनुभव कर रहे हो. നിറഞ്ഞവളായിട്ടാണ് നവോമി പോയത്. नाओमी जो थी वो भरकर പക്ഷേ गई हुई ഇപ്പോൾ അവൾ थी, ഒഴിഞ്ഞവളായിട്ടിരിക്കുന്നു. लेकिन अभी वो खालीपन को अनुभव कर रही है. പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക. पवित्र आत्मा एक वाणी It's a कह रहा prophetic है. message for someone. ये किसी के लिए एक भविष्यवाणी का संदेश है. നവോമി പറയാൻ ഞാൻ ഒഴിഞ്ഞവളാ. नाओमी ने कहा कि मैं खाली हो പക്ഷെ चुकी അവൾ हूँ, അറിയാത്തൊരു രഹസ്യമുണ്ട്. लेकिन एक रहस्य है जो वो അവൾ नहीं ഒഴിഞ്ഞവളല്ല. जानती थी. वो खाली नहीं അവൾ है, ഒഴിഞ്ഞവളല്ല. वो खाली नहीं അവൾ है, ഒഴിഞ്ഞവളല്ല. वो खाली नहीं है. ഹല്ലേലൂയ. അവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടു. उसका जो है पति नष्ट हो गया, ഭർത്താവ് നഷ്ടപ്പെട്ടു. उसका पति मर गया. Oh my Jesus. ഹല്ലേലൂയ. അവിടെ മക്കൾ നഷ്ടപ്പെട്ടു. उसके बच्चे नष्ट हो She गए. may be feeling that emptiness in her life. वो अपने जीवन में उस खालीपन को अनुभव कर रही है, പക്ഷേ लेकिन അവളുടെ കൂടെ ഇന്ന് പുതിയ ഒരാളുണ്ട്. उसके साथ आज एक नया व्यक्ति ഒരു है. പുതിയ വ്യക്തി അവിടെ കൂടെ एक नया व्यक्ति के അങ്ങോട്ട് साथ. പോയപ്പോ ഇല്ലായിരുന്നു. जब वो उधर गई थी तो नहीं थी, തിരിച്ചു വന്നപ്പോൾ लेकिन जब वो लौट आई, ആരാന്നറിയാമോ? आप जानते हैं वो कौन है? ആ പുസ്തകം അവളുടെ പേരിൽ അറിയപ്പെട്ടത്. वो बुक उसके नाम से ही जाना गया. ആ പുസ്തകം ബെത്ലഹേമിലെ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. वो पुस्तक बेतलेहेम का एक പക്ഷെ ആ परिवार का പുസ്തകത്തിന് चरित्र കൊടുത്ത है, പേര് നവോമി എന്നല്ല. लेकिन उस पुस्तक का नाम ആ नाओमी नहीं, പുസ്തകത്തിലെ ഹീറോ ബോവസാ. उस पुस्तक का हीरो പക്ഷെ बोअज കൊടുത്ത था, പേര് ബോവസ് എന്നല്ല. लेकिन वो पुस्तक का नाम बोअज के नाम पर नहीं जाना गया. ഈ കാലത്തൊക്കെ ഹീറോയുടെ പേരിലല്ല അറിയപ്പെടുന്നത് लेकिन അല്ലേ? इस जमाने में हीरो के नाम से सब जाना जाता നവോമി है. എന്ന പേരിലല്ല പുസ്തകം അറിയപ്പെട്ടത്. नाओमी के नाम से नहीं वो पुस्तक ബെത്ലഹേം जाना എന്ന गया. പേരിലല്ല പുസ്തകം അറിയപ്പെട്ടത്. बेतलेहेम के नाम से नहीं वो പിന്നെ पुस्तक നിങ്ങൾ जाना പറയാം ആ गया. പുസ്തകം ഏത് പേരിൽ तो അറിയപ്പെട്ടു? आप कहे कि वो पुस्तक किस नाम से जाना गया? आमेन, വേദോസ്തത്തിൽ हालेलुया. 2 പുസ്തകങ്ങൾ സ്ത്രീകളുടെ പേരിലുണ്ട്. बाइबल में 2 पुस्तकें जो स्त्रियों के ഒന്ന് नाम से, എസ്തേറും एक एस्थेर, മറ്റൊന്ന് രൂത്തും. दूसरा रूट. ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി ദൂത് പറയും. मैं आत्मा में किसी को देखकर നീ वाणी നിന്റെ बोलता हूँ. കുടുംബത്തിന്റെ സഹോദരി ഒരു അനുഗ്രഹമാകാൻ പോകും. आप आपके जीवन के लिए बहन I know तो specifically it's a आशीषित message बनने for वाली है. someone. ये किसी के लिए It's a- खास संदेश है. Can you claim that word and say that's for me? Hallelujah. क्या आप उसे दावा कहकर प्राप्त ഈ कर വചനം सकते കേൾക്കോ हो? പറഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞത് എനിക്ക് വേണ്ടിയാ. कहे कि पास ने जो कहा നിങ്ങൾ वो मेरे പറഞ്ഞാൽ लिए है. I know എനിക്കറിയാം ഇത് ചില ഇടങ്ങളിലേക്ക് मैं जानता ഇറങ്ങുകയാണ്. हूँ कि किसी के ऊपर ये छू പറഞ്ഞാൽ रहा ആ है. രൂത്ത് ഞാനാ. कहे कि वो रूत ആ मैं हूँ, എസ്തർ ഞാനാ. वो एस्थेर मैं हूँ. Hey, നവോമി, do you know that? നവോമി നിനക്കത് അറിയാമോ? नाओमी क्या तू जानती है? രൂത്ത നിന്റെ കുടുംബത്തിന്റെ നിറവായി മാറാൻ പോകുന്നത്. रूत तेरे परिवार का एक भरपूरी बनने वाली है. നവോമി പറയും ഞാൻ എംപ്റ്റി ആണെന്ന്. नाओमी कह रही कि मैं खाली हूँ. അല്ല, എംപ്റ്റി नहीं, അല്ല. खाली नहीं हो, എംപ്റ്റി അല്ല. खाली नहीं നീ हो. മറന്നുപോയൊരു കാര്യമുണ്ട് तू കേട്ടോ. भूल गया था एक നിന്റെ बात കൂടെ है. ഒരു രൂത്ത് ഉണ്ടെന്നുള്ളത്. तेरे साथ एक रूत നീ है. എംപ്റ്റി അല്ല. तू खाली नहीं Sometime है. we may
നമ്മൾ ചിലപ്പം ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് കാണാൻ മിസ്സാകും. हम कभी कभार परमेश्वर की आशीषों को देखने में खो देते हैं. നമ്മൾ ഇവിടെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവ്. हम कहते हैं कि मेरे पास कुछ भी नहीं है. അങ്ങനല്ല. ऐसा नहीं है. ഒന്നിരുന്നാട്ടെ. आप ദൈവാത്മാവ് ഒരു कृपया വചനത്തിലേക്ക് കയറി അങ്ങ് പോവുകയാണ്. पवित्र आत्मा वचन दे रहा है. Sometimes we may say that I am empty. कभी-कभी हम कहते हैं कि मैं खाली हूँ. But heaven is seeing some blessing in your life. बट स्वर्ग आपके जीवन की आशीषों को देख रहा है. Hallelujah. Hallelujah. Heaven is seeing some blessing in your life. स्वर्ग कुछ आशीषों को आपके ചില जीवन में देख रहा അനുഗ്രഹം है. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം. परमेश्वर आपके जीवन में कुछ आशीषों को देख लिया है. നവമി പറഞ്ഞു, नवोमी ने कहा ഞാൻ എംപ്റ്റിയാ. मैं खाली हूँ. രൂത്തൊന്നും മിണ്ടിയില്ല കേട്ടോ. रूत ने कुछ नहीं कहा. ചരിത്രം മാറാൻ പോകുകയാ. इतिहास बदलने वाली है. ചരിത്രം മാറാൻ. इतिहास बदलने वाली है. ദൈവാത്മാവ് ചിലരെ നോക്കിയിട്ട് പറയുക, पवित्र आत्मा किसी को देखकर कह you रहा are going है to become a blessing for your family. आप आपके परिवार के लिए आशीषित बनने ഇതൊരു वाले हो. 2-3 പേർക്കുള്ള ദൂതാ. ये 2-3 लोगों के लिए है. ഇതൊരു 2-3 പേർക്കുള്ള ദൂതാ. ये यहाँ पर बैठे हुए 2-3 लोगों के ഞാൻ लिए അവരോട് है. പേഴ്സണലി പറഞ്ഞോളാം. मैं उनसे पर्सनली बोल ഇപ്പൊ दूंगा. അത് പറയാത്തത് अभी जो मैं नहीं അവരുടെ कह പേര് रहा, വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാതെ അവർക്ക് വേണ്ടി മാത്രമാണ്. अगर मैं नाम लूंगा तो आप അതുകൊണ്ട് केवल उनके എല്ലാവരും लिए ഈ है. ദൂതൊന്ന് സ്വീകരിച്ചേ. ये संदेश सब के लिए है. स्वीकार പറഞ്ഞാട്ടെ करें. പറഞ്ഞാട്ടെ. कहे ഹല്ലേലൂയ. और खराबाश. അങ്ങനെ നവോമി എംപ്റ്റി ആയിരുന്നു. नवोमी खाली थी, But she forgot someone who is with her. लेकिन वो भूल गई उसके साथ कौन है. രൂത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണ് നിൽപ്പുണ്ട്. रूत नामक एक लड़की ആ खड़ी പെണ്ണ് है. നവോമി നിന്റെ നിറവാകട്ടോ. वो लड़की है नवोमी, तेरा भरपूरी है. നിന്റെ वो ബ്ലെസ്സിംഗ് ആയി മാറാൻ वो പോകുകയാണ്. तेरी आशीष बनने जा रही है. ഹല്ലേലൂയ. हालेलुया. रिखाराबाश तेरे केराबा रिखावाराबाश तुना. आमीन आमीन. थैंक यू फादर. थैंक यू धन्यवाद जीसस. यीशु. आमीन. हालेलुया. ഈ രൂത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വചനമുണ്ടെന്ന് എന്റെ ഓർമ്മ. रूत के पुस्तक में एक ऐसा वचन है. അനേക പുത്രന്മാരെക്കാൾ നല്ലൊരു आमीन आमीन. അല്ലേ? അനേക बेटों से. പുത്രന്മാരെക്കാൾ നല്ലൊരു മരുമോളെയാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. आमीन आमीन आमीन. अनेक पुत्रों से भी एक बहुमूल्य एक बेटी परमेश्वर ने तुझे दिया है. ഹല്ലേലൂയ. എത്ര അമ്മായിമ്മമാർ ഇവിടെ ഉണ്ട്? കൈ ഉയർത്തിക്കുക. आमीन आमीन. അമ്മായിമ്മമാരെല്ലാം കൈ ഒന്ന് ഉയർത്തിക്കുക. മരുമക്കളുള്ളവരെല്ലാം നന്നായിട്ട് സ്വർഗ്ഗം കാണുന്ന കിടക്കൈ. कितने ഇന്ന് सास മുതൽ you यहाँ have पर to declare that I got Amen. a daughter-in-law who is better than 10 sons. आमीन. आप Declare सारे it, लोग declare ऐसा it, दावा करें. declare it, मेरे declare पास it, ऐसी बहू declare है it. जो मेरे 10 पुत्रों से भी बढ़कर है. അപ്പൊ ചിലര് പറഞ്ഞു പാസ്റ്റർ രാവിലെ സഭായോഗത്തിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ? ऐसा मत कहना कि पास्टर हमें पनिशमेंट दे रहे हैं. എന്റെ ദൈവമക്കളെ ദൈവാത്മാവ് എന്ത് പറഞ്ഞാലും ഞാൻ വിളിച്ചു പറയും. पवित्र आत्मा कुछ भी कहे मैं यहाँ पर बोल When you दूंगा. say जब आप कहोगे my child is going to become a blessing for मेरा me, बच्चा मेरा आशीष का कारण बनने जा रहा है, something is going to happen in your family. तो आपके जीवन में कुछ हो Some रहा miracle is है. going to happen in your family. आपके परिवार में कुछ हो Shakal रही thala है. lam shalka. It's a prophetic message. ये एक भविष्यवाणी का ഞാൻ संदेश ഇതൊന്നും है. പ്രസംഗിച്ചിട്ടില്ല. ये मैंने कहीं भी मैसेज ഇത് नहीं സ്പോട്ടിൽ दिया. കിട്ടിയതാ. ये अब भी ഇത് मिला है. സ്റ്റേജിൽ കിട്ടിയതാ. ये अब भी संदेश स्टेज പറഞ്ഞ पर मंच എന്റെ पर मिला മരുമകൾ. है. मेरी बहू 7 പുത്രന്മാരെ കാട്ടിലല്ലേ? ഏതാ വാക്യം? 4:15. 4:15 വായിച്ചട്ടെ. രൂത്ത് 4:15. रूत 4:15. ഹല്ലേലൂയ. रिखरबशथना. എന്താണ്? ആ ആ ആമേൻ. 7 പുത്രന്മാരെക്കാൾ ഉത്തമമായിരിക്കുന്ന നിന്റെ മരുമകൾ. See, क्योंकि മരുമക്കൾ എത്ര तेरी बहू പേരുണ്ട്? जो तुझसे प्रेम रखती മരുമക്കൾ है എത്ര 7 പേരുണ്ട്? बेटों से भी കൈ तेरे लिए പൊക്കിക്കാട്ടെ. श्रेष्ठ है. തല കഴിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ 7 മക്കളെ കാട്ടിലും എന്റെ കുടുംബത്തിന് Amen, മരുമക്കൾ. amen. I am talking സാരെ ബഹു ലോഗ്. about some hallelujah. എനിക്കറിയില്ല ഇന്ന് എങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് പോകുന്നത്. Amen. റിസീവ് ചെയ്യേ, റിസീവ് ചെയ്യേ. करें, ഞാനൊരു receive. അനുഗ്രഹമാകാൻ मैं एक आशीष बनने എന്റെ जा रही हूँ. കുടുംബത്തിന്റെ നിറവാകാൻ मैं പോകുകയാണ്. मेरे परिवार की भरपूरी എന്റെ बनने जा रही കുടുംബത്തിന്റെ हूँ. നിറവാകാൻ मैं പോകുകയാണ്. मेरे परिवार की भरपूरी എന്റെ बनने जा തലമുറ. रही हूँ. मेरा पीढ़ी എന്റെ തലമുറ मेरी ഈ पीढ़ी കുടുംബത്തിനൊരു ബ്ലെസ്സിംഗ് ആകാൻ इस പോകുകയാണ്. परिवार में एक आशीष का Hey, कारण बनने जा रहा I है. said something. मैंने कुछ कहा. It's a prophetic ये message. एक भविष्यवाणी का संदेश है. ദൈവാത്മാവ് ചിലരെ വിവേചിച്ചുകൊണ്ട് പറയുന്നു. परमेश्वर कुछ Child, you are going to become a blessing. हे परमेश्वर के बच्चे आप आपके परिवार के आशीष का कारण है. നിറവാകാൻ പോകുക കേട്ടോ. आप भरपूरी बनने जा रहे हो. നിറവാകാൻ പോകുക. आप भरपूरी बनने जा रहे हो. നിറവാകാൻ പോകുക. आप भरपूरी बनने നീ जा ഒരു रहे हो. നിറവാകാൻ പോകുക. आप आपके परिवार में एक Come on, भरपूरी church, നീ ഒരു बनने जा रहे നിറവാകാൻ हो. പോകുക. आप एक भरपूरी बनने जा रहे हो.
शेते रे के माना बाराबा रीबा बाराबा शाचुना रे खेराबा यस കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ നമ്മുടെ മെസ്സേജിന് पिछले शुक्रवार का हमारा संदेश में ടൈറ്റിൽ നിറവുള്ളവരായിരിക്കുക എന്നായിരുന്നു. मैंने ऐसा हेडिंग दिया था कि भरपूरी प्राप्त किए लोग അന്ന് जैसे ദൈവാത്മാവിനോട് ഇതുകൂടെ പറയണമെന്ന് പറഞ്ഞു. तो परमेश्वर ने कहा था कि ये പക്ഷേ भी എനിക്ക് പറയാൻ कहना പറ്റിയില്ല. लेकिन मैं बोल नहीं ഞാൻ पाया വിശ്വസിക്കുന്നു मैं विश्वास ഈ करता हूँ സഭായോഗത്തിന് इस कलीसिया ചിലരെ में നോക്കി ദൈവാത്മ പറയുക किसी को देखकर परमेश्वर कह रहा है നിറവായി തീരുക. कि भरपूरी बन जा Say to your neighbor and say, अपनी पड़ोसी से നിറവായി തീരുക. भरपूरी बन जा നീ നിറവായി തീരുക. एक भरपूरी മക്കളെ बन നിങ്ങൾ जा നിറവായി തീരുക. एक भरपूरी बन നീ जा ഒരു അനുഗ്രഹമായി തീരുക. तू एक आशीष बन जा ഭർത്താക്കന്മാർ Amen, hallelujah ഭാര്യമാർക്ക് हर पत्नी ഒരു बन നിറവായി जाओ। തീരുക. एक भरपूरी बन जा മരുമക്കൾ बहुएं കുടുംബത്തിന് पर- ഒരു परिवार നിറവായി के लिए തീരുക. एक भरपूरी बन जा रिखाना वरबा शचुना നിറവായി തീരുക. भरपूरी बन जाओ ഞാൻ ആത്മാവിൽ പറയുന്നു. मैं आत्मा में ചില कहता हूं, കുടുംബങ്ങളെ സ്വർഗ്ഗത്തിൽ ദൈവം നിറയ്ക്കാൻ പോകുകയാ. कुछ परिवारों को स्वर्ग का परमेश्वर भरने जा ബേത്ലഹേമിലെ रहा है। ക്ഷാമം മാറാൻ പോകുകയാ. बेतलहम का अकाल हटने जा रहा है ബേത്ലഹേമിലെ ക്ഷാമം എല്ലാ കാലത്തും നിലനിൽക്കത്തില്ല. बेतेल का अकाल वह निरंतर लगवाना नहीं रहता If you're familiar with that book of Ruth, अगर आप रूत की किताब को जानते हो you can understand what I'm saying. तो आप समझते होंगे कि मैं क्या बोल रहा റൂത്തിന്റെ हूँ പുസ്തകത്തിലെ കഥ അറിയത്തില്ലേ? रूत की किताब की അറിയാം. कहानी आप सब जानते हो ना ഹല്ലേലൂയ. ഞാൻ Hallelujah. റോമൻസ് ചാപ്റ്റർ 15 ന്ന് വചനം പറയാൻ എടുത്തു मैं വെച്ചിരിക്കുന്നു. रोमियो 15 से बोलने के लिए ഇതിനെ लिखा था ദൈവാത്മാവ് കണക്ട് ചെയ്യും. लेकिन पवित्र आत्मा कनेक्ट അല്ലെങ്കിൽ പിന്നെ करेगा അതൊന്ന് വായിച്ചിട്ട് അങ്ങോട്ട് പോകും അല്ലേ കുഞ്ഞുങ്ങളെ? if someone want to go you can go and sit. ഹല്ലേലൂയ. കാരണം പിന്നെ നിങ്ങൾ ആരെങ്കിലും സ്റ്റേജിൽ ക്ഷീണിച്ചു പോയാൽ എനിക്ക് സങ്കടമാകും. പ്ലീസ് ഹല്ലേലൂയ. ഓക്കേ 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 വി ആർ ഗോയിങ് ടു മിനിസ്റ്റർ ടുഗദർ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. സഹായകൻ വാനിലുണ്ടൊന്നറിഞ്ഞതില്ല. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ ഹല്ലേലൂയ. എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. बचपन से लेकर आज तक मेरा रखवाला करने वाला वो परमेश्वर काफी है നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇപ്പൊ വയസ്സെത്രയായി? आपका उम्र कितना है ഇത്രയും सोचिए വർഷം കർത്താവ് പോറ്റി പുലർത്തി. इतने साल तक परमेश्वर ने हमारा എന്റെ परिपालन പൊന്നുദൈവങ്ങളെ, ഞാനൊക്കെ ബോംബെ വന്ന സമയത്ത് जब मैं मुंबई आया था 98 ഞാൻ ബോംബെ കാല് കുത്തി. 98 में मुंबई मैंने कदम കാല് रखा കുത്തിയ വർഷം मैं जिस साल कदम ബോംബെയിലെ रखा ആളുകളൊക്കെ കാണുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എത്ര मुंबई के വർഷമായി लोग को देख के ബോംബെയിലായിട്ട്? मैं पूछता था कि कितने साल हो गए അപ്പൊ मुंबई അവര് में? പറയും 20 വർഷമായി 30 വർഷമായി. तो वे कहते थे 20 साल हो गया 30 साल हो गया ഞാൻ ഓർത്ത് കർത്താവ് ഞാൻ ഒത്തിരി ലേറ്റ് ആയി പോയല്ലോ എന്ന്. तो मैंने कहा अरे मैं बहुत लेट हो ഇപ്പൊ गया ഞാൻ ആളുകളോട് പറയും 98 ഞാൻ വന്നാ കേട്ടോ ബോംബെയില്. अभी मैं कहता हूँ कि मैं 98 में आया था 25 വർഷമായി. 25 साल हो गए 25 അതിൽ കൂടുതൽ 27 വർഷമായി. 27, ജൂലൈ മാസം 11-ാം 27 തീയതിയാണ് ഞാൻ ബോംബെ കാല് കുത്തിയത്. ജൂലൈ 11 ജൂലൈ 11. जुलाई 98 को पहली बार मैंने मुंबई में कदम रखा था ഹല്ലേലൂയ. हालेलुया അപ്പൊ ആളുകൾ പറയും പിന്നെ പണ്ടൊക്കെ വന്നവര് രക്ഷപ്പെട്ടിട്ടുണ്ട്. तो लोग कहते हैं कि जो पहले आए थे वो सब बच गए ശരിയല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ പണ്ടൊക്കെ ബോംബെ വന്നത് ഇന്ന് രക്ഷപ്പെടാൻ സാഹചര്യമില്ല. അപ്പൊ ഞാൻ अभी ഓർത്ത് ഞാൻ बचने രക്ഷപ്പെടത്തില്ല. का उतना उम्मीदें नहीं है പക്ഷേ 27 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. लेकिन 27 साल के बाद मैं ऐसा गवाही दे सकता हूँ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ परमेश्वर साथ है तो നമ്മളൊരു അത്ഭുതമായി മാറും. हम एक अद्भुत That's my story. बनेंगे That's my story. ये मेरी कहानी है പൈതൽ പ്രായം മുതൽ ഇന്നേ Amen. വരെ എന്നെ Hallelujah. പോറ്റി പുലർത്തിയ ദൈവം മതി. बचपन से लेकर നടത്തിയോ आज മക്കളെ? तक നിങ്ങളെ मेरा നടത്തിയോ? रखवाला करने वाला നാളെ നടത്തത്തില്ലേ? पालन पोषण करने वाला മറ്റന്നാൾ परमेश्वर നടത്തത്തില്ലേ? काफी है। നടത്തത്തില്ലേ? എന്തിനാ പേടിക്കുന്നത്? क्यों डरते हो എന്തിനാ ഭയപ്പെടുന്നത്? क्यों भयभीत കർത്താവിന്റെ होते കൈ हो? പിടിച്ചിട്ട് പറ, I am not alone. परमेश्वर के हाथ पकड़ कहे He's कि going मैं to make me a अकेला miracle. नहीं हूँ मैं एक अद्भुत हूँ എന്റെ ഒഴിഞ്ഞ അവസ്ഥ മാറാൻ പോകുകയാ. मेरा खालीपन എന്റെ हटने जा എംപ്റ്റിനെസ് रहा है മാറാൻ പോകുകയാ. എന്റെ എംപ്റ്റിനെസ് മാറാൻ मेरा പോകുകയാ. खालीपन हटने എന്റെ जा ഒഴിഞ്ഞ रहा है അവസ്ഥ മാറാൻ मेरी പോകുകയാ. खालीपन हटने जा रही है ഹല്ലേലൂയ. हालेलुया ഞാൻ ഇവിടെ നിന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, मैं जब ये खड़ा था तो मैं सोच रहा ഓ था പ്രാവശ്യം कितनी बार
ശത്രു തകർത്ത് കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. शैतान ने नाश करने की कोशिश किया है. എത്രയോ പ്രാവശ്യം कितनी बार മരണകരമായ അവസ്ഥയിൽ ദൈവം വിടുവിച്ചിട്ടുണ്ട്. मृत्यु की अवस्था से എന്റെ परमेश्वर ने बचाया ജീവിതത്തിലുള്ള है. ആക്സിഡന്റ്സ്, एक्सीडेंट्स जो मेरे जीवन में आए accident थे, ഉണ്ടായി. बहुत सारे एक्सीडेंट हुए थे. ഹല്ലേലൂയ. ബൈക്കിൽ നിന്ന് തന്നെ എത്ര പ്രാവശ്യം വീണു. बाइक से मैं कितनी बार गिरा था. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ ഗൊരഗാവ് ഫ്ലൈ ഓവറിന്റെ മണ്ടയ്ക്ക് ഞാൻ ഒരു 10-70 കിലോമീറ്റർ സ്പീഡിൽ പോവുക. एक बार गोरेगांव फ्लाईओवर में 70 स्पीड पर चल रहा था. വിട്ടു പോവുക. बहुत स्पीड में जा रहा था. പോകുന്നത്. बहुत स्पीड जा रहा था. 70 കിലോമീറ്റർ നിങ്ങൾക്കൊക്കെ വലിയ സ്പീഡ് അല്ലായിരിക്കും. 70 കിലോമീറ്റർ പാസ്റ്ററൊക്കെ അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്ന ആളുകളാണ്. आपके लिए स्पीड नहीं हो सकता है. ഹല്ലേലൂയ. ഞാനൊരു 70 കിലോ, കാരണം അന്തേരി പുനന്നഗറിലുള്ള പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട്. अंधेरी में पंजाब नेशनൽ बैंक में मेरा अकाउंट था. ഞാൻ എൻ്റെ വെൻഡറിന്, ഞാൻ സാധനം എടുക്കുന്ന സ്ഥലത്ത് ഒരു at that time I was doing a business. तो मैं जब बिजनेस कर रहा था तो मेरा जो वेंडर से ഞാനൊരു ചെക്ക് मिला കൊടുത്തിട്ടുണ്ട്. था, मैंने एक चेक दिया था. കറക്റ്റ് സമയത്ത് കാശ് ഇട്ടില്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആകും. अगर सही टाइम पर चेक न അറിയാമല്ലോ, मिले तो ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു पैसा ഗതികേട്. bounce हो सकता അപ്പൊ है. ടൈമിന് എനിക്ക് പൈസ അവിടെ എത്തിക്കണം. तो टाइम पर मुझे पैसा അപ്പൊ वहां तक 1 മണിക്ക് पहुंचाना മുമ്പേ है. അവിടെ ബാങ്കിൽ ചെന്ന് കാശ് ഇട്ടില്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആകും. तो 1 बजे के पहले मैं वहां पर जाकर चेक न डाला तो कैश ഞാൻ बाउंस हो പറന്നു जाएगा. പോവുകയാ. इसके लिए मैं 1 बहुत മണിക്ക് മുമ്പ് स्पीड में जा ബാങ്കിൽ रहा എത്തണം. था. 1 बजे के पहले बैंक में पहुंचना है. ഗൊരഗാവ് ഫ്ലൈ ഓവറിന്റെ മുകളിൽ गोरेगांव फ्लाईओवर ഒരു के ऊपर ഓട്ടോറിക്ഷ പഞ്ചറായി കിടക്കുക. एक ऑटो रिक्शा पंचर पड़ा हुआ ഞാനിങ്ങനെ था. പോകുന്ന പോക്കിന് जैसे ही मैं ഈ जा रहा था, ഓട്ടോറിക്ഷക്കാരൻ കുത്തിയിരുന്ന് ടയർ അടിച്ചിട്ട് ऑटो रिक्शा वाले टायर അവൻ सब ഇങ്ങനെ खोलकर ടയർ എടുത്ത് എന്റെ മുന്നോട്ട് വെച്ച് തന്നു. वो टायर निकाल कर मेरे गाड़ी के सामने रख दिया. കറക്റ്റ് ടൈമിംഗാ. നിങ്ങളൊന്ന് ഓർത്തിക്കുക, പെട്ടെന്ന് ടയർ മുന്നോട്ട് കയറി വരും. അവനൊന്നും ചെയ്തതല്ല, അവൻ ഈ ടയർ ഇങ്ങനെ അവൻ എടുത്തിട്ട് ഊരിയിട്ട് വെച്ചതാ കേട്ടോ. वो പക്ഷേ टायर अपने നേരെ गाड़ी എന്റെ से മുമ്പില് निकालकर मेरे गाड़ी के सामने रख दिया. ബ്രേക്ക് ചെയ്യാൻ സമയമില്ല. ब्रेक ടയർ करने का മുന്നിൽ, समय नहीं, ടയറിന്റെ टायर മണ്ടേ सामने. കയറി ഞാൻ തെറിച്ചു പോയി വീണു. टायर के ऊपर मेरा गाड़ी चढ़ा और मैं उड़कर गिर गया. നിങ്ങൾക്കറിയാമോ, നല്ല ഹെവി ട്രാഫിക് ആണ്. बहुत കുറേ हेवी ഇഷ്ടം പോലെ ट्रैफिक വണ്ടി था. വരിക. बहुत गाड़ी आ रही थी. എന്റെ പൊന്നു ദൈവമക്കളെ, കൈയുടെയും കാലിന്റെയും മുട്ടിലെ തൊലി പോയതല്ലാതെ मेरे स्किन का चमड़ा बस गया है. ഹല്ലേലൂയ, ഒന്നും സംഭവിച്ചില്ല. उसके अलावा कुछ नहीं हुआ. എല്ലാരും കൂടെ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. सब पकड़कर मुझे ഞാൻ उठाया. ബൈക്കിൽ കയറി പറന്നു, കാരണം എനിക്ക് ചെക്ക് ബൗൺസ് ആകാൻ പാടില്ല. मैं फिर वापस बाइक पर बैठकर ഹല്ലേലൂയ. रफ्तार से गया. हालेलुया. അങ്ങനെ എത്രയോ അപകടങ്ങൾ. ऐसे बहुत सारी നിങ്ങൾക്കറിയാലോ, 2 വർഷം മുമ്പ് ഗോഡ്ബന്ദർ accidents. റോഡിൽ വെച്ച് എനിക്ക് പറ്റിയ ആക്സിഡന്റ്. गोडबंदर रोड में 2 साल पहले एक 2 വർഷം एक्सीडेंट हुआ മുമ്പ്. था. 2 साल पहले 16-18 വീലുള്ള ട്രക്ക് എന്നെ സ്കൂട്ടറിൽ നിന്ന് ഇടിച്ചു തെറിപ്പിച്ചു. 16 या 18 जो व्हील का ट्रक मुझे ഞാൻ आगे കഴിഞ്ഞ में ദിവസം गाड़ी ഒരു की ठोकर പാസ്റ്ററോട് मुझे उड़ा दिया. നമ്മുടെ സാക്ഷ്യത്തിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു, जब मेरे गवाही में इंटरव्यू में कहा, ഹല്ലേലൂയ, പാറശാല വെച്ച് पारशाला में കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഫാസ്റ്റ് പാസഞ്ചർ പൂവാർ ഫാസ്റ്റ് എന്നെ ഇടിച്ചതാ. केरला का जो फास्ट पैसेंजर बस है वो कमर में पीछे से आकर ठोका പൂവാർ है. ഫാസ്റ്റ് വന്ന് ബാക്കിൽ ഇടിച്ചാൽ എന്ത് സംഭവിക്കും? बस जो है वो അതും फास्ट में आकर मेरे पीछे लगा था. ഫാസ്റ്റിൽ फास्ट പോകുന്ന സമയത്ത് और वो काफी तेजी से वो ഇടി बस കൊണ്ട് चल ഞാൻ रही തെറിച്ചു थी. വീണു. वो मार लगकर मैं उड़कर गिर गया. ഹല്ലേലൂയ. നിലത്ത് വീണിട്ട് ഞാൻ തല പൊക്കി നോക്കുമ്പോൾ പൂവാർ ഫാസ്റ്റ് ഇങ്ങനെ പോകുന്നു. मैं गिरकर जब देखा तो बस का नाम पुवार था और അപ്പോൾ बस നമ്മുടെ फास्ट में जा रहा മണിയങ്കൾ था. എന്റെ തൊട്ട് പുറകെ നടന്നിരിക്കുക. तो मणि अंकल मेरे സാന്റി पीछे എന്റെ से തൊട്ട് आ പുറകെ रहे थे. നടന്നിരിക്കുക. ഞാൻ മുന്നിൽ പോകുന്നു, എന്നെ सैंडी അടിച്ചു जी मेरे पीछे आ रही थी മണിയങ്കൾ പാസ്റ്ററേ എന്ന് വിളിച്ചോണ്ട് ഓടി വന്നു. और मणि अंकल चिल्लाकर मेरे पास അപ്പോൾ आए. നാട്ടുകാർക്ക് മനസ്സിലായി ഈ വീട് കിടക്കുന്നത് ഒരു പാസ്റ്ററാണ്. तब लोगों को समझा कि जो അവരെല്ലാം वो കൂടെ വന്നിട്ട് पास्टर പാസ്റ്ററെ है. എന്തെങ്കിലും പറ്റിയോന്ന്. तो सब आके पूछे എനിക്ക് पास्टर തന്നെ कुछ हुआ വിശ്വാസമില്ല. क्या? ഞാൻ ഓർത്ത് എന്റെ നടു തകർന്നെന്ന്. मुझे लगा मेरा कमर गया പക്ഷേ लेकिन ഒന്നും സംഭവിച്ചില്ല. कुछ नहीं हुआ. ആ സത്യമായിട്ടും आमेन. प्रेज लॉर्ड. സത്യമായിട്ടും. प्रेज लॉर्ड. ഞാൻ ഹോട്ടൽ हालेलुया. റൂമിൽ പോയിട്ട്, मैं होटल रूम पर जाकर പാറശാല പ്രസാദം ഹോട്ടൽ, ആ ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ 1 റുപ്പി കോയിന്റെ വലിപ്പത്തിൽ ഒരു കരിനീലിച്ച പാടുണ്ട്. കറക്റ്റ് ഇവിടെ ആയിട്ട്. जब होटल में जाकर देखा तो कमर पर एक 1 रुपए की कॉइन में एक निशाना बस है उधर. ഇടയ്ക്കിടയ്ക്ക് പിശാച് പറയും, तो शैतान बीच बीच में നിന്നെ ഞാൻ बोलता അങ്ങനെ है ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നത്. मैं ऐसा करूंगा, मैं ഞാനപ്പോ वैसा പിശാചോട് करूंगा. പറയും, तो मैं शैतान से പൂവാർ कहता ഫാസ്റ്റ് हूँ ഇടിച്ചിട്ട് ചത്തില്ല. पुवार फास्ट തമ്പുരാന്റെ बस मुझे പദ്ധതി मारकर തീരാതെ, मैं मरा नहीं. തമ്പുരാന്റെ പദ്ധതി തീരാതെ, परमेश्वर की ദൈവത്തിന് पद्धति जब പ്ലാൻ तक खत्म തീരാതെ, नहीं होगा, जब ഓ तक परमेश्वर की ഹല്ലേലൂയ, योजना समाप्त नहीं പൈതൽ होगी. പ്രായം മുതൽ ഇന്നേ വരെ നിന്നെ എന്നെ പോറ്റി ദൈവം മതിയെന്ന് മുറുകെ പിടിച്ചിട്ട് പറ, യേശുവിന്റെ കൂടെയുണ്ട്. Oh my Jesus. എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗ സിംഹാസനം
परमेश्वर ने क्या हमें നാളെയും പോറ്റി പുലർത്തും. तो कल भी वो हमें चलाएगा. നിന്റെ എംപ്റ്റിനെസ് മാറും. आपका खालीपन हटेगा. നിന്നെ മാറയെ നല്ല പേരിടാൻ പോകുന്നു. फिर आपका नाम मारा नहीं നിന്നെ रहेगा. മാറയെ നല്ല പേരിടാൻ फिर പോകുന്നു. तुझे मारा नहीं ഈ സമൂഹത്തോട് പറയുന്നു ഞാൻ മാറയായി തീർന്നെന്ന്. सोसाइटी से वो कहती है कि मैं मारा എന്നാൽ बन गई. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി പ്രവചിക്കാൻ എന്നോട് പറയുക. लेकिन पवित्र आत्मा आपको देखकर भविष्यवाणी God करने is के going to लिए कह change रहा your है. situation. परमेश्वर आपकी परिस्थिति को बदलेगा. There is a Ruth in your household. आपके परिवार के अंदर एक रूथ है. നിങ്ങളുടെ വീട്ടിൽ രൂത്ത് ഉണ്ട്. आपके घर के अंदर एक रूथ है. ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. परमेश्वर उसे आशीषित करने ദൈവം जा रहा നിറവിലേക്ക് है. മടക്കി കൊണ്ടുവരാൻ परमेश्वर उसे പോകുകയാണ്. भरपूरी में लेकर आ रहा है. നവോമി പറയുക नवोमी कहती എന്റെ है മടിയിൽ मेरी गोद में ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ എനിക്ക് ശേഷിയില്ലെന്ന് ഏത് നവോമി പറഞ്ഞുവോ? कौन सी नवोमी ने कहा कि मैं और बच्चा जन्म नहीं बोलो। दे सकती? നവോമി പറഞ്ഞു രൂത്തിനെ ഓർപ്പയും വിളിച്ചിട്ട് എന്താ പറഞ്ഞു? മക്കളെ नवोमी ने क्या कहा? रूत और ओर्पा को बुलाकर कहा ഇനി ഞാൻ വിവാഹം കഴിച്ച് മക്കളുണ്ടായാലും അവര് വളർന്നു വരുന്നിടം വരെ അല്ലേ വലിയ പ്ലാനിങ്. बहुत बड़ा प्लान कर रही നമ്മളിങ്ങനെയൊക്കെയാ है. പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. हम भी कभी ऐसा നമ്മുടെ प्लान പ്ലാൻ करते हैं. ഭയങ്കര ദീർഘദൂരമുള്ള വഴിയാണ്. हमारा प्लान बहुत लंबी ഞാൻ लंबी ഇനി प्लान കല്യാണം करते हैं. കഴിച്ച് മക്കളുണ്ടായി ആ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് ഇതൊക്കെ अभी मैं practical शादी ആണ്. करके मेरे बच्चे होके See, फिर वो बड़े see, होके ये सब संभव नहीं है. See, whatever you are planning about your life, आप जो भी आपके जीवन में प्लान बनाते हो that you are planning from your human capacity, from your foolishness. वो आपके एक मूर्खता हमारे- से और हमारे आपकी मक्कले। शारीरिक बुद्धि से आप वो पद्धति बनाते हो. നമ്മുടെ വലിയ ബുദ്ധി, हमारा बड़ा നമ്മുടെ വലിയ ബുദ്ധി हमारी बड़ा दिमाग അത് മണ്ടത്തരമാ. वो एक बेवकूफी है. ദൈവത്തിന് ആയിരക്കണക്കിന് വഴിയുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ. परमेश्वर को 1000 रास्ते हैं നീ तुझे अनुग्रह നീ करने के ചിന്തിക്ക് लिए. ഇങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിക്കാം. आप सोचते होंगे परमेश्वर मुझे इस तरीके से ദൈവം आशीर्वाद അതിന് क्या होगा. സൂപ്പറായിട്ടുള്ള പദ്ധതി നിന്നെ കുറിച്ച് വെച്ചിരിക്കുക. लेकिन उससे बढ़कर एक श्रेष्ठ पद्धति परमेश्वर ने हमारे लिए रखा है. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ വചനം ഏതാ? पिछले हफ्ते हमने कौन सी वचन कहा യെശയ്യാവിന്റെ था? പുസ്തകത്തിൽ നിന്ന് यशायाह അല്ലേ? से कहा ഒരു വചനം था. ഞാൻ പറഞ്ഞിരുന്നല്ലോ. एक वचन मैंने कहा ദൈവത്തെ അന്വേഷിക്കാൻ कि परमेश्वर को ढूंढो എന്നിട്ട് മനം തിരിയാൻ और मन फिराओ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ if you are ready to seek God, अगर आप परमेश्वर को खोजने को तैयार that है, means if you are ready to trust God अगर आप परमेश्वर पर भरोसा रखने को in your तैयार है situations, आपकी परिस्थिति के बीच में അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? अगले आयत में क्या നിങ്ങളുടെ कहा है? വിചാരങ്ങളല്ല എന്റെ आमेन, വിചാരങ്ങൾ. आमेन, आमेन, आमेन. तेरी योजना Oh my नहीं God. मेरा योजना. നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. तेरे रास्ते नहीं मेरे रास्ते. എന്റെ വഴികൾ मेरे रास्ते. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് जिस പോലെ प्रकार से आकाश भूमि से I ऊंचा have a है, great plan about your life. मेरे लिए तुम्हारी एक श्रेष्ठ You पद्धति may be है. having a compromised plan about your life, आप आपके जीवन समझौता पद्धति but को heaven बनाते when होंगे, opens a way for you, लेकिन when heaven opens a way for you, जब स्वर्ग आपके रास्ता it's खोलता not है a compromised way. तो वो समझौता करने वाला It's रास्ता not a नहीं, plan B or C. वो प्लान बी और Brother, प्लान are you सी thinking नहीं. about a plan B? क्या भाई आप प्लान बी के लिए तैयार हो? ശരിയല്ലേ? क्या सही है നമ്മുടെ ना? പ്ലാൻ ബി സി हमारा कभी प्लान बी या നവോമി प्लान सी പ്ലാൻ ബി പറഞ്ഞതാ. नवोमी ने प्लान बी कहा നവോമി था. പ്ലാൻ ബി പറഞ്ഞതാ. നവോമിയുടെ എന്താ നവോമിയുടെ plan B പ്ലാന്? കാ- क्या മക്കളെ ഞാൻ ഇനിയും കല്യാണം കഴിച്ച് മക്കളുണ്ടായി അവര് വളർന്നു വന്ന് അല്ലേ? अब मैं शादी करके फिर അത് बच्चे നവോമിയുടെ होंगे, plan है. फिर वो बड़े होना അത് संभव नहीं compromised है. plan है. वो नवोमी അത് का प्लान plan है. B. वो एक समझौता അത് प्लान പ്ലാൻ है. സി. वो प्लान बी और എനിക്കറിയാം सी നിങ്ങൾ है. ചിലര് പ്ലാൻ ബിയും സിയും ഒക്കെ आप ഉണ്ടാക്കിയിട്ടുണ്ട്. में से कुछ लोग प्लान बी और प्लान ഓ सी कर बैठे ഇന്ന് हैं. പകൽക്കാലം लेकिन आज നിങ്ങളുടെ के इस പ്ലാൻ ബി वक्त സി എല്ലാം എടുത്ത് ചവറ്റുകുട്ടയിലിടെ. आपके प्लान बी सी को आप डस्टबिन में फेंक Come दो. back to God's original plan in your life. परमेश्वर के ओरिजिनल प्लान There को is लौट God's आओ. original plan in your परमेश्वर life. का एक ओरिजिनल प्लान आपके It do लिए not है. matter. ये मायने नहीं रखता. Hallelujah. How you failed and how long you are waiting. आमेन. आप कितनी बार हार चुके हो या आप कितनी लंबी इंतजार कर God रहे is हो. having only one plan about your life. परमेश्वर आपके जीवन में एक ही That's प्लान a है. supernatural plan. वो एक अलौकिक पद्धति है. ദൈവത്തിന്റെ പദ്ധതി കോംപ്രമൈസ്ഡ് അല്ല. ആണോ? परमेश्वर की पद्धति समझौता करने वाला नहीं നിങ്ങൾക്ക് है. ഓരോരുത്തരും സാക്ഷ്യം പറയാൻ പറ്റത്തില്ലേ? आप गवाही दे सकते हो ना. നമുക്ക് आमेन, എന്തൊക്കെ आमेन. പ്ലാൻ ഉണ്ടായിരുന്നല്ലേ? हम कितनी सारी എനിക്ക് plans നിങ്ങളെ बनाते ഓരോരുത്തരെയും हैं. വിളിച്ചിട്ട് പറയണമെന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ I am going to Amen, see amen. that God's perfect plan is going to get fulfilled in your मैं life. हर एक व्यक्तियों का नाम लेकर बोलना चाहता हूँ आज Of नहीं course. तो कल Amen. आप परमेश्वर Amen, की amen. परफेक्ट पद्धति को आपके जीवन में अनुभव करोगे. ഞാൻ ആത്മാവിൽ പറയുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി നടക്കും. मैं आत्मा में कहता हूँ आज नहीं तो कल परमेश्वर का योजना आपके जीवन में पूरा होगा. അതിനുവേണ്ടി നിങ്ങളൊന്ന് നിന്നു കൊടുത്താൽ മതി. उसके लिए आप अनुमति दे दे.
Have God's way in your life. परमेश्वर की इच्छा आपके जीवन में होने दे। Have God's way in your life. परमेश्वर की राह है आपके जीवन നമ്മുടെ में होने दे। പദ്ധതിയെ മാറ്റിയിട്ട് हमारी योजना को हटाकर permit God to do his way in your life. परमेश्वर से कहे कि तो तेरी इच्छा मेरे जीवन में होने ദൈവത്തോട് दे। അനുവാദം കൊടുത്താട്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ നിന്റെ പദ്ധതി നടക്കട്ടെ നടക്കട്ടെ. अनुमति दे दे कि मेरे जीवन में परमेश्वर की इच्छा पूरी होने दे। പെർഫെക്റ്റ് ആകട്ടെ ദൈവത്തിന്റെ പദ്ധതി. परमेश्वर की योजना वो परफेक्ट है, सिद्ध है। നവോമിയുടെ പ്ലാനുകളൊക്കെ അങ്ങനെ. नाओमी का प्लान जो है वो ऐसा പക്ഷെ था, ദൈവത്തിന്റെ പ്ലാൻ എന്താ? लेकिन परमेश्वर की योजना क्या थी? രൂത്തേ, हे रूत, ഹല്ലേലൂയ, നീ ഒരു നിറവാകാൻ പോവുകയാ. तू एक भरपूरी बनने जा रही രൂത്ത് है। എടുത്തൊരു തീരുമാനം. रूत ने एक निर्णय लिया। രൂത്ത് എന്താ തീരുമാനിച്ചത്? रूत ने क्या निर्णय लिया? ഹല്ലേലൂയ, ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. यदि कुछ भी ना मिले तो भी चलेगा, ഒന്നും കിട്ടിയില്ലെങ്കിലും मुझे कुछ भी ना मिले तो भी चलेगा। ഹല്ലേലൂയ, हालेलुया। എനിക്ക് കർത്താവിനെ വേണം, तो मुझे परमेश्वर की जरूरत എനിക്ക് है, യേശുവിനെ വേണം. मुझे यीशु की പറയാൻ പറ്റുമോ? जरूरत है। എനിക്കൊന്നും വേണ്ട, എനിക്ക് क्या യേശുവിനെ कह മതി. पाओगे? मुझे यीशु चाहिए। നിങ്ങൾക്കറിയാം, യേശു ഉള്ളവന് സകലതുമുണ്ട്. आप जानते हो जिसके पास यीशु है उसके पास सब എന്തെങ്കിലും कुछ കിട്ടാൻ है। വേണ്ടിയല്ല നമ്മൾ യേശുവിനെ പിൻപറ്റിയത്. कुछ मिलने के लिए नहीं हम यीशु का पीछा किए പക്ഷെ थे, അവനെ കണ്ടിട്ടുള്ളവരാരും लेकिन जो यीशु को देखा है, അവനെ കണ്ടിട്ടുള്ളവരാരും जिसने ലജ്ജിച്ചു यीशु को പോയിട്ടില്ല. देखा है वो लज्जित नहीं हुआ। പോയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ യേശുവിന്റെ കൈ പിടി. आप यीशु के हाथों को थाम ले। യേശുവിന്റെ കൈ പിടിച്ചിട്ട് പറ, यीशु के हाथ को थाम कर കർത്താവ് ഞാൻ कहे, നിന്റെ കൈ പിടിക്കും, എനിക്ക് നിന്നെ മതി. परमेश्वर मैं तेरे हाथ को थामता हूँ, मुझे तू काफी है। ഹല്ലേലൂയ. हालेलुया। പുത്രനോട് കൂടെ സകലതും നൽകുവാൻ ദൈവ വിശ്വസ്തൻ. उसके पुत्र के द्वारा सब कुछ हमें देने के लिए परमेश्वर विश्वास योग्य है। രൂത്ത് പറഞ്ഞു, रूत ने कहा, ഹല്ലേലൂയ, ഞാൻ മടങ്ങി പോകത്തില്ല. मैं लौट कर नहीं जाऊंगी। നിന്റെ ദൈവം എന്റെ ദൈവം, तेरा परमेश्वर मेरा परमेश्वर, നിന്റെ ദൈവം എന്റെ ദൈവം. तेरा परमेश्वर मेरा परमेश्वर। നവോമിയുടെ കൂടെ പോകാനുള്ള കൊതി കൊണ്ടല്ല, नवोमी के साथ जाने की इच्छा के നവോമിയുടെ साथ ദൈവം ആരാന്ന് नहीं। അവക്കറിയാം. नवोमी का My परमेश्वर God, कौन my है वो Jesus. जानती थी। there is a big problem. एक बहुत बड़ी समस्या है। there is a big problem. अभी यहाँ पर एक समस्या है। എന്താണെന്നറിയാം? क्या है वो ഈ समस्या? നവോമിയുടെ ജീവിതത്തിൽ നവോമിയുടെ ദൈവത്തെ പിൻപറ്റത്തക്കൊണ്ട് എന്താ ഉള്ളത്? ये नवोमी के जीवन को पीछा करने के लिए नवोमी के जीवन में है क्या? നമ്മളാണെ അമ്മച്ചിയോട് പറയാം, അമ്മച്ചി हम होते तो कहते कि ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് എന്നോ കിട്ടി? इतना साल आपने प्रार्थना किया, Have आपको you ever क्या asked मिला? that question? क्या आपने ये पूछा है God is talking to प्रश्न? you, brother. परमेश्वर आपसे बात कर എനിക്കറിയാം रहा है। ഇതങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. मैं जानता हूँ कि कहाँ कहाँ എന്റെ जा रहा है। ശുശ്രൂഷയുടെ കുഴപ്പം പ്രത്യേകത, मेरी सेवकाई നിങ്ങൾ की വീട്ടിൽ खासियत, പറയുന്നത് ഞാൻ സ്റ്റേജിൽ പറയും. आप जो घर पर कहोगे मैं मंच ചിലപ്പോ पर कहता हूँ। കണ്ടമാനങ്ങ് ജ്വലിക്കും. ഹല്ലേലൂയ. कभी-कभी वो അതാരും എന്നോട് प्रज्वलित ഒന്നും हो പറഞ്ഞു जाता തന്നിട്ടല്ല है, കേട്ടോ. तो कोई मुझसे कहा नहीं That's the है, guidance of the Holy वो Spirit. पवित्र आत्मा की अगुवाई है। കാരണം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് കർത്താവ് നിങ്ങളോട് ഈ പകൽക്കാലം സംസാരിക്കും. क्योंकि आज परमेश्वर जीवित है, इसके लिए वो आपसे बात कर रहा है। ഹല്ലേലൂയ. Hallelujah. ഈ നവോമിയുടെ ജീവിതത്തിൽ എന്ത് കണ്ടിട്ടാ ഇവിടെ ദൈവത്തെ സ്വീകരിക്കാനുള്ളത്? ये नवोमी के जीवन में ऐसा क्या है कि അമ്മച്ചി ये उसका ഉപവസിച്ചു, पीछा करेगी? അമ്മച്ചി പ്രാർത്ഥിച്ചു, उसने बहुत അമ്മച്ചിയുടെ प्रार्थना ഭർത്താവ് किया था, മരിച്ചു. उनका पति मर गया, അമ്മച്ചിയുടെ മക്കള് उनके बच्चे 2-3 വിധവകള്. दो सब विधवा ഇനി ഈ विधवा बन ദൈവത്തെ गए। എന്തിനാ അമ്മച്ചി പിൻപറ്റുന്നത് എന്നല്ലേ നമ്മൾ हम ചോദിക്കുന്നത്? पूछते कि दादी माँ वापस क्यों इस परमेश्वर का इतना पीछा कर रहे हो? രൂത്തിന് അമ്മച്ചിയുടെ അനുഗ്രഹം കണ്ടിട്ട് പുറകെ പോകാൻ എന്തെങ്കിലും ഉണ്ടോ? रूत को नाओमी उंडो। का आशीष को देखकर पीछे ഉണ്ടോ? जाने के लिए कुछ भी ഇനിയൊരു नहीं था। സീക്രട്ട് കേട്ടോ. अब एक रहस्य सुन ഒരു लो, വ്യക്തിയുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി അവന്റെ ബ്ലെസ്സിങ് മാത്രമല്ല. आमेन 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 हालेलुया My God, I said आमेन something. प्रेज गॉड। एक व्यक्ति के परमेश्वर की पद्धति का पूरा होना वो केवल उसकी आशीषें नहीं है। I said something. मैंने कुछ कहा, ഒരു വ്യക്തിയിലെ ദൈവപ്രവൃത്തി ബ്ലെസ്സിങ് മാത്രമല്ല, एक व्यक्ति का परमेश्वर का काम और केवल व्यक्ति ले आशीषें नहीं है, दैव ब्लेसिंग्स ही नहीं है, लेकिन एक തെളിയിക്കുന്നത് व्यक्ति का परमेश्वर ആ का काम സിറ്റുവേഷനിൽ उस परिस्थिति में അവൻ എന്താ പറഞ്ഞത്? वो क्या कहा അവൻ था? തന്റെ ദൈവത്തെ ചീത്ത വിളിക്കുകയാണോ ചെയ്തത്? क्या उसने अपने परमेश्वर को യോബിനെ നോക്ക്. अय्यूब को देख ले, യോബ് എന്താ പറഞ്ഞത്? जब सब कुछ समाप्त हो गया उसने क्या कहा? യോബിന്റെ ഭാര്യ ടിപ്പിക്കൽ എക്സാമ്പിളാ. अय्यूब की जो पत्नी है वो एक एग्जाम्पल യോബിന്റെ उदाहरण ഭാര്യ है। പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്ന ആളായിരുന്നു. अय्यूब की भार्या प्रोस्पेरिटी गॉस्पेल प्रचार ഒരു करने वाली। സുപ്രഭാതത്തിൽ എല്ലാം വിട്ടപ്പോൾ അവൾ പറഞ്ഞു, ഈ പണി ഞാൻ നിർത്തുക, ഇനിയിപ്പോ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഞാൻ പ്രസംഗിക്കത്തില്ലെന്ന്. एक दिन जब सब कुछ नष्ट हो गया तो उसने कहा कि കാരണം मैं ഈ सब ദൈവം छोड़ रहा അനുഗ്രഹിച്ചില്ല हूं, അല്ലേ? क्योंकि परमेश्वर ने आशीष नहीं അപ്പൊ दिया। യോബിന്റെ ഭാര്യ യോബിനോട് വന്നിട്ട് പറഞ്ഞു, तो अय्यूब की पत्नी ने अय्यूब से आकर ഈ कहा, ദൈവത്തെ ഉപേക്ഷിച്ച് इस परमेश्वर को छोड़कर, എന്താ പറഞ്ഞേ, തള്ളി കളഞ്ഞിട്ട് इस परमेश्वर को त्याग कर ദൈവത്തെ ശപിച്ചിട്ട് ചത്ത് കളയാൻ. परमेश्वर को स्थापित कर दे और मर जा। യോബിന്റെ ഭാര്യക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് എടുക്കേണ്ടി വരും. अगर आज है तो हम उसकी पत्नी को आत्महत्या प्रेरणा केस में उसे हम ഇന്ന് ആത്മഹത്യാ പ്രേരണ വലിയ केस കുറ്റമാണ്. ले सकते।
ശരിക്കും ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പറയാ പോയി ചത്തുകള മനുഷ്യ. ഹല്ലേലൂയ. अय्यूब की पत्नी अय्यूब से कहती है जाकर मर ഒരു जा। കയറെടുത്തിട്ട് കൊടുത്തു പറയാ പോയി ചാകാൻ പറയാ. एक रस्सी निकाल कर बोले जा मर जा। ഇയ്യോബ് കയറെ കൊണ്ട് ചുരുട്ടി മാറ്റി വെച്ചിട്ട് പറഞ്ഞു अय्यूब ने वो रस्सियों को നീ बाजू ഒരു में रखकर कहा പൊട്ടി സംസാരിക്കുന്നത് പോലെ तू एक സംസാരിക്കരുത്. मूर्ख की तरह बात ഇന്നുള്ള मत कर। ക്രൈസിസ് ഇന്നത്തേതാ. आज की समस्या പക്ഷേ का എനിക്ക് इलाज എന്റെ का ദൈവത്തെ है। അറിയാം. लेकिन मैं परमेश्वर को जानता പ്രായം हूँ। മുതൽക്കിന്നേ വരെ തെറ്റിപ്പോയി. ഹല്ലേലൂയ. പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം പറഞ്ഞോട്ടെ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ ആണോ പ്രിയമുള്ളവരെ? എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഹല്ലേലൂയ. ശരിയാണോ? क्या सही है? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കരുത്. एक मूर्ख के समान तू बात मत कर। അങ്ങനെ വിശ്വാസത്തിന്റെ ശബ്ദം പറഞ്ഞാൽ ऐसा विश्वास की यदि बातें നിന്റെ कहे മരുമകൾ तो പറയും तेरी बहू बोलेगी ഈ അമ്മച്ചിയുടെ വിശ്വാസം ये दादी माँ का जो विश्वास है കേവലം സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വിശ്വാസമല്ല. केवल सांपत्तिक ഈ आशीषों का അമ്മച്ചിയും विश्वास കർത്താവും नहीं തമ്മിൽ ഒരു है। വലിയ ബന്ധമുണ്ട്. इनका परमेश्वर के साथ ഓ एक बहुत बड़ा ഉണ്ടോ संबंध ദൈവവേദന? है। നിന്നെ കുറിച്ച് പറയുമോ? क्या आपके बारे में ऐसा कहेंगे? ഹാ എന്റെ ഭർത്താവിന് കർത്താവിനെ അറിയാം. मेरा पति परमेश्वर को എന്തു जानता है। വന്നാലും എന്റെ ഭർത്താവ് കർത്താവിനെ വിടത്തില്ലെന്ന് ഭാര്യമാർക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ, कुछ भी हो जाए तो मेरा पति ആ परमेश्वर സാക്ഷ്യം को ഉണ്ടെങ്കിൽ, छोड़ेगा नहीं। ऐसा पत्नी ഏത് गवाही दे सकती ക്രൈസിസിന്റെ है നടുവിൽ അവർ പറയും तो कोई भी परिस्थिति നിന്റെ में वो ദൈവം എന്റെ कहेगी, ദൈവം. तो तेरा परमेश्वर मेरा അവൻ എന്ത് परमेश्वर തന്നാലും ഇല്ലെങ്കിലും वो कुछ भी दे या न दे എനിക്ക് യേശുവിനെ മതി. मुझे ये यीशु काफी है। എനിക്ക് യേശുവിനെ മതി അല്ലേ? मुझे यीशु काफी है। എനിക്ക് യേശുവിനെ മതി. मुझे യേശു കാഫി है। നിനക്കറിയാമോ? क्या आप जानते हो? ഹല്ലേലൂയ. യൂത്ത് ഒരു തീരുമാനമെടുത്തു. रूत ने एक निर्णय लिया നിന്റെ ദൈവം എന്റെ ദൈവം. तेरा परमेश्वर मेरा നിങ്ങളുടെ परमेश्वर। തീരുമാനമാണ് നിങ്ങളുടെ എംപ്റ്റിനെസ് മാറ്റാൻ പോകുന്നത്. आमेन आमेन। आपका जो निर्णय है वो आपकी खालीपन को നിങ്ങളുടെ बदलता है। തീരുമാനമാണ് നിങ്ങളുടെ എംപ്റ്റിനെസ് മാറ്റാൻ आपका പോകുന്നത്. डिसीजंस आप जो निर्णय लेते हैं वो आपकी खालीपन की अवस्था को बदलता है। ഇന്ന് if you are ready to take the right decision, अगर आप एक सही निर्णय लेने को wherever you तैयार are है, feeling that emptiness, जहाँ जहाँ पर आप खालीपन को महसूस God करते is हो, going to fill that areas. तो परमेश्वर उस जगहों पर उस क्षेत्र അത് भरने എവിടെയും जा ആകട്ടെ. रहा है। वो कहीं भी क्यों ना हो, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലാകാം, वो आपके आत्मिक जीवन നിങ്ങളുടെ हो, മിനിസ്ട്രിയിലാകാം, आपकी सेवकाई हो, നിങ്ങളുടെ ബിസിനസ്സിലാകാം, आपका बिजनेस का क्षेत्र हो, എവിടെയൊക്കെ ആകട്ടെ, कोई भी क्षेत्र क्यों ना हो, ദൈവം നിറവിന്റെ ദൈവം. परमेश्वर भरपूरी का സകലത്തെ परमेश्वर है। നിറയ്ക്കുന്നവന്റെ നിറവ് നിങ്ങൾ അനുഭവിക്കട്ടെ. आमेन। सब कुछ भरने वाला, उस भरपूरी देने സകലത്തെ वाला, നിറയ്ക്കുന്ന കർത്താവ്. सब कुछ भरने वाला परमेश्वर। അപ്പൊ യൂത്ത് പറഞ്ഞു, നവോമി പറഞ്ഞു, नवोमी ने कहा, നവോമിയുടെ പ്ലാൻ ബി പറഞ്ഞു. नवोमी का प्लान बी പക്ഷെ कहा, സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, लेकिन स्वर्ग का परमेश्वर ने कहा, തീരുമാനമെടുക്കുന്നവർക്ക് വേണ്ടി जो निर्णय लेता है ഞാൻ എന്റെ പ്ലാൻ എ നടത്താൻ പോവാ. उसके लिए मैं मेरा प्लान ए ഞാൻ करने जा रहा हूँ। പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ആഗ്രഹിക്കുന്ന ഒരു मैं കാര്യം, हमेशा ये चाहता ഞാൻ हूँ, ഒത്തിരി प्रार्थना പ്രാവശ്യം करता ചാൻസ് നഷ്ടപ്പെടുത്തിയവനാ. हूँ। मैंने कई बार मौकों को खो നീ दिया है। ഒത്തിരി അവസരങ്ങൾ നൽകി, परमेश्वर मुझे बहुत मौके दिए പക്ഷെ थे, ഞാൻ പല ചാൻസ് നഷ്ടപ്പെടുത്തി. लेकिन मैंने बहुत सारे मौके When खो we दिए। started our church in 2010, जब मैं कलीसिया That was 2010 my में शुरुआत first किया, message. मेरा पहला संदेश था, God is giving us a second chance. परमेश्वर एक सेकंड I चांस said दे that रहा this है। is our second chance. मैंने कहा कि ये सेकंड I चांस thought है। that God is giving me a second chance. मैंने कहा कि परमेश्वर मुझे I एक said that सेकंड our God चांस is दे a रहा God है। of second chance. मैंने कहा कि हमारा परमेश्वर सेकंड चांस का പക്ഷേ- परमेश्वर है, लेकिन എനിക്കൊരു കാര്യം ഉറപ്പാ, लेकिन एक बात मुझे ഞാൻ पक्की ഒത്തിരി है, പ്ലാൻ എ ബി ഒക്കെ നഷ്ടപ്പെടുത്തിയവനാ. मैंने बहुत प्लान ए बी सब नष्ट कर പക്ഷെ चुका हूं, എന്റെ ദൈവത്തിന് लेकिन मेरा परमेश्वर അവന്റെ പദ്ധതി उसका पद्धति എത്ര വൈകിട്ടാണെങ്കിലും कितना भी देरी എന്റെ क्यों ജീവിതത്തിൽ ना हो, നടത്തുവാൻ लेकिन मेरे जीवन में उसे അവൻ पूरा വിശ്വസ്തനാ. करने के लिए वो विश्वास योग्य है। അവന് आमेन। ഒരു കുറവുമില്ല. वो कोई भी कमी नहीं है। Even he is having control over my past. मेरे बीते दिनों को भी I believe परमेश्वर that. नियंत्रण में रखता I है। believe that. मैं विश्वास करता हूँ। എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ ഭൂതകാലത്തിലെ അബദ്ധങ്ങളെ പോലും എനിക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുന്ന കർത്താവ്. मेरे बीते हुए दिनों को भी मेरे आशीष में आनो। बदलने वाला मेरा परमेश्वर। എന്റെ സാക്ഷ്യം നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളവരാണ്. मेरी गवाही आप लोग जानते हैं। ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, मैंने एक बार कहा ഞാൻ है, മീരാ റോഡ് ബൈന്ദറിലേക്ക് ദൈവശബ്ദം കേട്ടു വന്നതല്ല. जब मैं मीरा रोड भाईंदर में परमेश्वर आवाज सुनकर അന്നത്തെ नहीं आया था, സിറ്റുവേഷനിൽ ഞാൻ വന്ന് ചാടിയതാ. उस दिन की परिस्थिति में मैं आकर आया हूँ। എന്ന് പറഞ്ഞാൽ എനിക്ക് മിനിസ്ട്രി ചെയ്യണം, ഇവിടുന്ന് ആരോ ഒരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ചോദിക്കാതെ ചാടി ഇറങ്ങി. किसी ने कहा कि यहाँ पर सेवकाई करना है तो मैं ऐसा ही आ गया പക്ഷെ था। അത് വലിയൊരു തെറ്റായ തീരുമാനമാണെന്ന് പിന്നീട് മനസ്സിലായി. वो एक गलत निर्णय था, मुझे बाद में ऐसा लगा। പക്ഷെ എന്റെ തെറ്റായ തീരുമാനത്തെ लेकिन मेरे गलतियों को സ്വർഗത്തിലെ ദൈവം स्वर्ग का എന്റെ परमेश्वर ഭാവിക്ക് വേണ്ടി ഉപയോഗിച്ചു. मेरे भविष्य के लिए എന്നെ बनाया। മീരാ റോഡിൽ കൊണ്ടുവന്നു, मुझे मीरा रोड ഇവിടെ पर വീട് लेकर തന്നു, आया,
घर दिया, ഇവിടെ വീട് തന്നു, मुझे घर दिया, എന്നിട്ട് ഇവിടെ സഭ തുടങ്ങുവാനുള്ള പദ്ധതി ദൈവം ഒരുക്കി. और यहाँ पर कलीसिया आरंभ करने का पद्धति बनाया. നമ്മൾ ഈ വലിയ സൂപ്പർ ബുദ്ധിയിൽ എടുക്കുന്ന തീരുമാനം ഒന്നും അല്ല കേട്ടോ. हम अपने सुपर दिमाग में लेने वाला पद्धति नहीं നമ്മൾ है. എടുക്കുന്ന മണ്ടൻ തീരുമാനത്തെ പോലും हम जो लेते हैं वो ദൈവത്തിന് गलतियों തന്റെ को भी പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. परमेश्वर अपनी योजना में बदल सकता है. എന്നോട് ആളുകൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുത്തത്. എന്നോ ബുദ്ധി. बहुत लोग कहते हैं कि परमेश्वर ने बहुत दिमाग के साथ काम किया, लेकिन कोई दिमाग नहीं था, मैंने मूर्खता के साथ काम പക്ഷേ किया. എന്റെ ദൈവം, लेकिन मेरा സ്വർഗ്ഗത്തിലെ परमेश्वर, ദൈവം, मेरा स्वर्ग എന്റെ का ഭോഷത്വത്തെ परमेश्वर, मेरे തന്റെ മഹത്വത്തിന് വേണ്ടി आमीन हालेलुया, it's possible with God. मेरी मूर्खताओं को It's उसकी possible with महिमा के लिए बदल It's दिया. possible with God. ये परमेश्वर से Can you संभव pray, है. Lord? क्या आप Hallelujah. प्रार्थना करोगे? അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്താട്ടെ. वैसा मेरे जीवन में होने दे. നവോമി മോവാബിലേക്ക് പോയത് ദൈവശബ്ദം കേട്ടിട്ടൊന്നുമല്ല. नाओमी मोआब में परमेश्वर की आवाज को ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ ഓടിപ്പോയത്. बेतलहम में अकाल आया तो भाग ദൈവത്തോട് गए. ചോദിച്ചാൽ ദൈവം പറഞ്ഞു, ഞാൻ പോകണ്ട കേട്ടോ, ഇവിടെ ദൈവം ഒരു ബ്ലെസ്സിംഗ് വെച്ചിട്ടുണ്ട്. परमेश्वर से पूछते तो परमेश्वर बोलता है कि അങ്ങനെ मत പോയത് जाना. കൊണ്ട് എംപ്റ്റീനെസ് അവിടെ ജീവിതത്തിൽ വന്നു. लेकिन वहां जाने की वजह से പക്ഷേ उसके അതിന്റെ जीवन में വലിയ खाली ഗുണം बनाया. എന്താണെന്നറിയോ? लेकिन गुण क्या है, फायदा क्या हुआ രൂത്ത് എന്ന് പറയുന്ന ഒരു മരുമകളെ അവക്ക് कि കിട്ടി. रूत नामक एक बहू से ചരിത്രം मिल മാറുകയാ. गई. इतिहास നിന്റെ बदल गया. മണ്ടൻ തീരുമാനത്തെ आपका बेवकूफी സ്വർഗത്തിന്റെ निर्णयों को പ്ലാൻ എ നടക്കുവാൻ വേണ്ടി परमेश्वर का स्वर्ग का ദൈവം प्लान ए കൺവേർട്ട് पूरा ചെയ്യുന്ന होने के പൽക്കൽ നീ लिए വിശ്വസിക്കുക. परमेश्वर बदल कर देगा, ऐसा विश्वास करे. ഹലോ, ഇത് हालेलुया. ചിലരോടുള്ള ദൂതാ കേട്ടോ. ये किसी के लिए संदेश നീ है. എടുത്ത ഫൂളിഷ്നെസ് നിറഞ്ഞ आपने തീരുമാനത്തെ जो बेवकूफी पर God लिया निर्णयों को convert it into your blessing. परमेश्वर उसे एक आशीष में बदल सकता है. Hallelujah. हालेलुया. आमीन आमीन. വിശ്വാസമുണ്ടോ? क्या विश्वास करते हो? സ്വീകരിക്കാമോ ഈ വചനം? क्या आप इसे स्वीकार करोगे ദൈവം ഒരു അത്ഭുതമാക്കി तो മാറ്റും. परमेश्वर आपको एक अद्भुत बनाएगा. ഇപ്പോൾ നവോമി പറയുക, अभी नवोमी कह रही है, 7 പുത്രന്മാരെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ മരുമകൾ എനിക്കൊരു തലമുറയെ തന്നു. 7 पुत्रों से भी श्रेष्ठ मेरी बहू. ദേ എൻ്റെ മടി നിറഞ്ഞിരിക്കുന്നു. अभी मेरा गोद भर चुका है. എൻ്റെ മടി നിറഞ്ഞിരിക്കുന്നു. अभी मेरा गोद भर चुका है. ഇനി ഞാൻ കല്യാണം കഴിച്ച് മക്കളുണ്ടായി എന്നൊക്കെ പ്ലാൻ ചെയ്ത നവോമിയോട് സ്വർഗം പറയുക, ദൈവം ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ Amen, വർഷങ്ങൾ amen, എടുക്കത്തില്ല amen. കേട്ടോ. Amen. ആമേൻ ആമേൻ. वो വിശ്വസിക്കുന്നുണ്ടോ? नवोमी से കേട്ടോ? परमेश्वर कहता है कि अगर परमेश्वर कुछ प्लान करे तो साल नहीं ദൈവം लगेंगे. പ്ലാൻ ചെയ്താൽ 20 വർഷം കഴിഞ്ഞാണ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്. यदि परमेश्वर ने प्लान किया तो क्या 20 साल लगेगा? ഹലോ, ആരും കേൾക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. शायद कोई सुन नहीं. നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്നറിയോ? हमारा प्लान നമ്മൾ कैसा ഇനി है? അതൊക്കെ ചെയ്ത് हम वो सब करके കുറെ 10-20 വർഷം കഴിയുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കും. 10-20 साल के बाद हम आशीषित होंगे. ഹലോ, ഞാൻ Hallelujah. കർത്താവ് 20 വർഷം കഴിഞ്ഞ് ഇവിടെ ചർച്ച് ഹോൾ തന്നാൽ मैंने कहा कि परमेश्वर 20 साल के बाद यहाँ चर्च എനിക്ക് खोल- അന്നത്തെ കുറെ പ്രായമാകും. तो मैं उस टाइम तो और എഴുന്നേറ്റ് നിൽക്കാൻ പ്രായമാകാത്ത സമയത്ത് ഓള് തന്നാ പിന്നെ ഞാൻ അങ്ങനെ കർത്താവ് സ്റ്റേജിൽ കിടന്ന് ചാടി तो मैं और പ്രസംഗിക്കുന്നു. बुजुर्ग हो വല जाऊंगा. തരുവാണെങ്കിൽ ഇപ്പം തന്നോണം. देना है तो अभी देना. ശരിയല്ലയോ? क्या सही है ना? ശരിയല്ലയോ? सही है ना? ആണോ ദൈവമക്കളെ? പറഞ്ഞാട്ട് കർത്താവ് ലേറ്റ് ആകരുതെന്ന്. परमेश्वर से कहीं कभी तो लेट मत करना. കുറെ വർഷം കഴിഞ്ഞ് നിങ്ങളുടെ പ്ലാൻ ബി നടന്നിട്ട് എന്തെങ്കിലും പദ്ധതി कई सालों के बाद आपके जीवन का प्लान होकर कोई ഇപ്പോഴാ फायदा കേട്ടോ. है क्या? अभी സ്വർഗത്തിന്റെ സ്പീഡ് എന്താ നിങ്ങൾക്കറിയാം? स्वर्ग का रफ्तार क्या आप जानते हो? സ്വർഗത്തിന്റെ സ്പീഡ് എന്താ നിങ്ങൾക്കറിയാം? स्वर्ग का रफ्तार क्या आप അറിയാം. जानते हो? ഹെവൻ സ്പീഡ്. स्वर्ग का स्पीड. ദൈവത്തിന്റെ സ്പീഡ് എന്താ നിങ്ങൾക്കറിയാം? परमेश्वर की रफ्तार क्या आप जानते हो? ഹല്ലേലൂയ. നമ്മുടെ സ്പീഡ് എന്താ? हमारा ഞാൻ रफ्तार കഴിഞ്ഞ क्या ദിവസം है? വചനം പറഞ്ഞപ്പോൾ പറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നു. मैंने पिछले दिन कहा था പൗലോസിന്റെ കാര്യം പറഞ്ഞല്ലേ? पौलुस के बारे में कहा. പൗലോസിന്റെ കാലത്ത് ഏറ്റവും സ്പീഡുള്ള വാഹനം पौलुस के जमाने में सबसे तेजी से चलने वाला गाड़ी कुदरा. घोड़े था. घोड़ा गाड़ी. घोड़ा के ऊपर चलता था ना. घोड़ा. घोड़ा के ऊपर सवार करते था. सबसे ज्यादा रफ्तार घोड़ा को था. हालेलुया. आमीन हालेलुया. നമ്മുടെ കാലത്ത് ഏറ്റവും സ്പീഡ് ഉള്ളത് ഏതാ? हमारे जमाने में सबसे रफ्तार कौन सा റോക്കറ്റ് ഒക്കെ है? ആയിരിക്കും അല്ലേ? रॉकेट होगा. സ്പേസ് എക്സ് स्पेस റോക്കറ്റ് ഒക്കെ ആയിരിക്കും. ഭയങ്കര സ്പീഡാ. हो सकता है, बहुत भयंकर स्पीड है. നമ്മൾ അന്ന് കുതിരപ്പുറത്ത് ഓടിയ പൗലോസ് ഇന്ന് റോക്കറ്റിൽ സഞ്ചരിക്കുന്നത് നമ്മൾ അല്ലേ? उस दिन കാലം എത്ര മാറിയിരിക്കുന്നു. जमाना बदल गया है. എനിക്ക് അത്ഭുതം വന്നെന്താണെന്നറിയോ? റോമാലേഖനം 15-ാം അധ്യായത്തില് मुझे अद्भुत क्या लगा, रोमियो ഈ 15 में കുതിരപ്പുറത്ത് കയറി നടക്കുന്ന മനുഷ്യൻ, इस घोड़े के ऊपर चलने वाला मनुष्य, ഹല്ലേലൂയ, പായ്ക്കപ്പലിൽ കയറി സഞ്ചരിക്കുന്ന മനുഷ്യൻ, ये जो जहाज पर चलने वाला मनुष्य, ഇല്ലൂരിയ ദേശം വരെ, ജെറുസലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ जेरूशलेम से लेकर इल्लूरिया देश तक ഒരു ഫുൾ ദേശത്തേക്ക് സുവിശേഷീകരിച്ചു. एक पूरा देश भर उसने सुसमाचार फैला दिया. സാച്ചുറേറ്റഡ് ആയി മാറി. पूरा भर गया. എന്നെ അത്ഭുതപ്പെടുത്തി.
मैं अद्भुत हो എന്നിട്ട് गया। പൗലോസ് പറയാ और ഈ पौलुस ദേശത്തൊന്നും कहता है, എനിക്ക് നീ പ്രസംഗിക്കാൻ സ്ഥലം ബാക്കിയില്ലെന്ന്. अब इस देश में सुसमाचार बोलने के लिए जगह नहीं എന്തൊരു रहा। ശുശ്രൂഷയാ. क्या सेवकाई है। നമ്മൾ തലകുത്തി പറഞ്ഞിട്ട് താനയുടെ എല്ലാ സ്ഥലവും നമ്മൾ കണ്ടിട്ടില്ല. हम अभी तक थाने का हर जगह देखे तक കഴിഞ്ഞ नहीं ദിവസം है। നിങ്ങളോട് ചോദിച്ചു താനയിൽ എത്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്? मैंने पूछा थाने में പാലക്കാട് कितने रेलवे ഒന്നേ ഉള്ളൂ. स्टेशन। നല്ല കേട്ടോ, താന ഡിസ്ട്രിക്റ്റിൽ ഒത്തിരി സ്റ്റേഷൻ ഉണ്ട് അല്ലേ? थाने डिस्ट्रिक्ट में बहुत सारे रेलवे स्टेशन है। നമ്മൾ ഈ വസായിൽ നിന്ന് അങ്ങോട്ട് പോയാൽ പനുവലിന് പോയാൽ എത്ര റെയിൽവേ സ്റ്റേഷനാ? താന ഡിസ്ട്രിക്റ്റിലല്ലേ? वसई से अगर जाएंगे थाने डिस्ट्रिक्ट में बहुत रेलवे स्टेशन है। ഭീവണ്ടി പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? कितने लोग भिवंडी गए हैं। भिवंडी 2 3 4 ओके 5 6 हालेलुया ओके निल्शा निल्शी। നിൽജ ആ പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇതെല്ലാം താനയിലെ സ്റ്റേഷൻസ് ആ കേട്ടോ. ये सब थाने के स्टेशन हैं। നമുക്ക് ഈ താന മുഴുവൻ സാച്ചുറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. हम अब तक थाने पूरा गए नहीं है। പക്ഷെ പൗലോസ് പറയാ बट पौलुस कहता है യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ जेरूशलेम से लेकर इल्लुरिया के देश तक ഒരു സ്ഥലം പോലും ഇല്ലെന്ന് എനിക്ക് നീ പോകാൻ. अभी मुझे जाने के लिए ऐसा बचा हुआ एक भी जगह नहीं है। എന്താ പൗലോസ് നിന്റെ സീക്രട്ട്? क्या है पौलुस അവൻ आपका പറയുന്നു रहस्य। पौलुस എൻ്റെ कहेगा അകത്തൊരു നിറവുണ്ട്, ഒരു मेरे अंदर പരിശുദ്ധാത്മാവിന്റെ एक നിറവുണ്ട്. भरपूरी है। पवित्र आत्मा की നിറവുള്ളവരായി തീരുക. पवित्र आत्मा की भरपूरी से भर നിറവുള്ളവരായി जाए। തീരുക. भर पवित्र ഞാൻ आत्मा की വചനത്തിലേക്ക് भरपूरी വരാം, से ഞാൻ भर വചനത്തിലേക്ക് जाए। വരാം. നിറവ് വേണോ? क्या आपको भरपूरी നിന്നെ चाहिए അത്ഭുതമാക്കി മാറ്റും. तो परमेश्वर आपको अद्भुत बनाएगा। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया താങ്ക് യു ജീസസ്. प्रेज गॉड। ഞാൻ ഈ ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ സ്റ്റെപ്പ് കയറും. मैं हमारे बिल्डिंग का स्टेप चढ़ता हूँ। ഈ കയറുന്ന ഉത്സാഹം കൊണ്ട് അങ്ങ് മേളി വരെ അങ്ങ് പോകും. അങ്ങ് ബിൽഡിങ്ങിന്റെ ഏറ്റവും മേളി വരെ അങ്ങ് പോകും. तो बिल्डिंग के सबसे ऊपर तक चला जाता അപ്പൊ हूँ। ഞാൻ കയറുമ്പോഴെല്ലാം പറഞ്ഞോണ്ടാ കയറുന്നത്. तो चढ़ते समय कह कर चढ़ता എന്താ हूँ। പറയുന്നതെന്ന് അറിയാം? मैं क्या कहता എന്റെ हूँ? ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. मेरे परमेश्वर से मैं पार करूंगा, ഞാൻ ബലം दीवारों को പ്രാപിക്കും. पार करूंगा, ഞാൻ ശക്തി പ്രാപിക്കും. मैं शक्ति प्राप्त करूंगा। ഹല്ലേലൂയ. हालेलुया। ഒന്ന് രണ്ട് പാട്ടുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ആ പാട്ടിലെ एक दो വരികളൊക്കെ गीत പറഞ്ഞാണ് ऐसा ഞാൻ है, കയറുന്നത്. वो गीतों का गायन गाकर मैं चढ़ता हूँ। ഹല്ലേലൂയ. സ്റ്റെപ്പ് ചാടി ചാടി കയറുമ്പോൾ, तो कल इस स्टेप में एक एक सीढ़ी സ്റ്റെപ്പ് चढ़ता हूँ। ചാടി ചാടി കയറുമ്പോൾ जब सीढ़ी में चढ़ता हूँ, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും एक एक पैर जब ഞാൻ मैं വിളിച്ചു रखता പറയും, हूँ, तो हालेलुया। चिल्लाकर कहता हूँ, എടാ പിശാച് നീ തോക്കാൻ പോവുക. हे शैतान तू हारने जा रहा കർത്താവിനെ है। ബലപ്പെടുത്തും. परमेश्वर मुझे ഞാൻ बलवंत പറയുന്നത് करेगा। കർത്താവിനെ ബലപ്പെടുത്തും. परमेश्वर मुझे ഞാൻ बल देगा। നിൽക്കും. मैं ഞാൻ खड़ा അനുഗ്രഹിക്കപ്പെടും. रहूंगा, मैं आशीषित होऊंगा। ഞാൻ താഴ്ചയല്ല, ഞാൻ ഉയർച്ച പ്രാപിക്കും. मैं गिरूंगा नहीं बल्कि मैं विजय प्राप्त करूंगा। കേട്ടോ, ഒന്ന് പറഞ്ഞു തുടങ്ങിക്കാട്ടെ. आप भी ऐसे कहने When you लगे, declare your faith, आप आपके फेथ को जब something is declare going to करते happen हो, in your life. तो आपके जीवन में कुछ बात something miraculous is going to happen in your life. जीवन में कुछ When you अद्भुत trust in काम प्रकट Jesus. होगा। आप जब विश्वास करोगे, Hallelujah. Shakana Hallelujah. प्रार्थना ഇന്ന് करें। മുതൽ ഇനി പറയരുത് अब से ऐसा नहीं ഞാൻ कहना പരാജയപ്പെടുമെന്ന്. कि मैं पराजित ഇന്ന് होऊंगा। മുതൽ ഇനി പറയരുത് ഞാൻ തീർന്നെന്ന്. अब से ऐसे मत कहना कि मैं समाप्त हो गया। ഇന്ന് മുതൽ പറയരുത് ഞാനൊരു ഫെയിലിയർ അല്ലെന്ന്. अब से मत कहना कि मैं पराजय हूँ। വിശ്വാസത്തോടെ കാലുകൾ മുമ്പോട്ട് വെച്ചാട്ടെ. विश्वास के कदमों को आगे रखें। വിശ്വാസത്തോടെ विश्वास के साथ, വിശ്വാസത്തോടെ കാലുകൾ മുമ്പോട്ട് വെച്ചാട്ടെ. विश्वास के साथ कदम को आगे रखें। ഓ ഹാൽ വിശ്വാസത്തോടെ ചുവടുകൾ विश्वास के വെച്ചാട്ടെ. साथ कदम रखें। It's not your power. ये आपकी ताकत It's से the power नहीं of the Holy Ghost. है। ये पवित्र आत्मा की ताकत It's से the power है। of the Holy Ghost. ये पवित्र आत्मा It's not की your सामर्थ है। ability. ये आपकी काबिलियत नहीं है। നിങ്ങൾ പറയില്ല ഞാൻ എന്റെ കഴിവ് കൊണ്ട് ജയിക്കുമെന്ന്. आप मत कहो कि मैं मेरी ताकत से നിങ്ങൾ പറയില്ല जीतूंगा। കർത്താവിന്റെ കൂടെ കൊണ്ട് ഞാൻ ജയിക്കും. आप कहे कि परमेश्वर मेरे साथ है तो मैं എന്റെ जीतूंगा। ദൈവത്താൽ मेरे ഞാൻ परमेश्वर മതിൽ के ചാടി द्वारा കിടക്കും. मैं दीवारों को എന്റെ पार കാലുകളുടെ करूंगा। ശക്തിയല്ല, मेरे पैरों की ताकत नहीं है, പക്ഷെ എന്റെ അകത്ത് കർത്താവിന്റെ ശക്തിയുണ്ട്. लेकिन मेरे अंदर परमेश्वर का सामर्थ है। ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് പറഞ്ഞതാ. मैं पिछले दिन एक बहन से कही थी, हालेलुया। हालेलुया। ഒരു സെക്കുലർ ഫീൽഡിൽ വളരെ ഫേമസ് ആയി തീർന്നു. वो सेकुलर फील्ड में बहुत फेमस है। 9ാം ക്ലാസ് വരെ പഠിച്ച ഒരു സഹോദരി. 9th स्टैंडर्ड तक पढ़ी थी അവരുടെ वो बहन। പുസ്തകം ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും MA പഠിക്കുന്നു. उनका पुस्तक कैलकट यूनिवर्सिटी के MA वाले അപ്പൊ पढ़ने ഞാൻ ആ लगे। സ്ത്രീയോട് പറഞ്ഞു, तो मैंने उस बहन से कहा, നിങ്ങൾക്ക് ഡബിൾ എഞ്ചിന്റെ പവറാന്ന് പറഞ്ഞു. आपको डबल इंजन की डबल ताकत इंजन है। डबल इंजन। अपना सरकार कहते हैं ना डबल इंजन सरकार है अपना सरकार. നമ്മുടെ इंजन का സർക്കാർ मतलब क्या ഡബിൾ है? ഇഞ്ചിന്റെ സർക്കാരാണെന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ എന്താ? നമ്മുടെ ഈ എവിടെയാ മഹാരാഷ്ട്രയിലോട്ട് വരുമ്പോ ഒരു സ്ഥലമുണ്ട് ഇഗത്പുരിയോ, ഒരു കയറ്റമുള്ള സ്ഥലം. ഇഗത്പുരി അല്ലേ, വലിയ കയറ്റമല്ലേ. പണ്ടത്തെ കാലത്തൊക്കെ അവിടെ ട്രെയിൻ വരുമ്പോ ഒറ്റ എഞ്ചിൻ ട്രെയിൻ വലിച്ചു കയറ്റത്തില്ല. वहाँ पर इगतपुर एक जगह में बहुत चढ़ाव है और एक इंजन उस ट्रेन को खींच नहीं അപ്പൊ पाता था, പുറകിൽ നിന്ന് വന്നൊരു എഞ്ചിൻ തള്ളും അല്ലേ. तो पीछे से एक और इंजन आकर കണ്ടിട്ടില്ലേ? धक्का देता है। അപ്പൊ അവിടെ കൊണ്ടിട്ടിട്ട് പുറകിൽ നിന്ന് എഞ്ചിൻ തള്ളി വേണം ഈ ട്രെയിൻ മേളിൽ കൊണ്ടുവരാൻ. तो എന്നാ ഡബിൾ पीछे എഞ്ചിൻ से भी एक इंजन आकर धक्का देके उसे കാരണം ऊपर लेके ഒറ്റയ്ക്ക് जाता है। വലിച്ചു കയറാൻ പറ്റാത്ത ചില കയറ്റമുണ്ട് കേട്ടോ. अकेले किसी ऐसा चढ़ाव നീ है जो പലപ്പോഴും अकेले आप चढ़ ശ്രമിച്ചിട്ട് नहीं पाते। നീ कई बार പലപ്പോഴും
പലപ്പോഴും हमने ശ്രമിച്ചിട്ട് कोशिश किया നടക്കാത്ത है, ചിലതുണ്ട് കേട്ടോ. लेकिन हम कर नहीं पाए, ऐसी बहुत सारी बातें हैं। അവിടെയാ മറ്റൊരു എഞ്ചിൻ വന്ന് നിന്നെ പുഷ് आमेन, आमेन, ചെയ്യുന്നത്. आमेन। वहाँ पर दूसरा एक इंजन आकर Can पुश somebody करता say है। heaven is going to push my life? क्या कहे कि परमेश्वर Oh, मेरे जीवन को पुश करेगा। Shata lama shakana. He's going to push my life. परमेश्वर मेरे जीवन He's को going to पुश push my करेगा। life. परमेश्वर मेरे He's जीवन going को to पुश push my करेगा। life. परमेश्वर मेरे जीवन को पुश करेगा। പുഷ് ചെയ്താട്ടെ, पुश करे, പുഷ് ചെയ്താട്ടെ. पुश करे। You know, PUSH push എന്നുള്ളതിന്റെ ഫുൾ ഫോം അറിയാമോ? क्या आप जानते हो कि वी Several times, you know, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. कई बार मैंने कहा है PUSH push. PUSH Pray पुश का फुल फॉर्म क्या until है? something happens. Pray Hallelujah. until something If happens। you pray until something happens, आप जब तक कुछ होने If you तक प्रार्थना push करोगे, आप परमेश्वर if को you पुश push करोगे, God, आप if you परमेश्वर को पुश push करोगे, God in prayer, आप प्रार्थना के द्वारा if you परमेश्वर को पुश pray करोगे, until something happens, कुछ होने तक आप प्रार्थना करो, heaven is going to push your life. परमेश्वर आपके जीवन को भी पुश करेगा। നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത ഹൈറ്റിലേക്ക് आप जहाँ पर चढ़ नहीं पाते हो ऊंचाइयों ദൈവം നിങ്ങളെ में, എടുത്തു കയറ്റാൻ പോവുകയാണ്. परमेश्वर का हाथ आपको उठाने जा रहा है। ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, मैंने उस बहन से कहा, 9ാം ക്ലാസ്സുകാരുടെ പുസ്തകം MA-ക്ക് പഠിക്കുന്നെങ്കിൽ അതിന്റെ കാരണം तीसरे स्टैंडर्ड की बहन का किताब अगर MA There वाले is a पढ़ रहे secret हैं, उसका behind that. मतलब उसके पीछे एक रहस्य that's a है। power of the Holy Ghost. वो पवित्र आत्मा की सामर्थ അകത്ത് है, നിറഞ്ഞ ദൈവാത്മാവിന്റെ ശക്തി अंदर भरा हुआ पवित्र आत्मा की ആ सामर्थ। സഹോദരിയുടെ അസാധാരണ മിറക്കിളാക്കി മാറ്റി. वो बहन को परमेश्वर ने एक अद्भुत बना दिया। ഇടക്കൊച്ചിയിലെ കായലിന്റെ വക്കത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി 2 പിള്ളാരെ കൊണ്ട് പിടിച്ചു നിന്നതാ. वो कच्छी के वहां पर मरने के लिए आत्महत्या करने के लिए खड़ी थी 2 बच्चों പക്ഷെ को സ്വർഗത്തിലെ लेकर, ദൈവം ഇടപെട്ടപ്പോൾ लेकिन स्वर्ग का परमेश्वर ने जब उसे വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അനേകർക്ക് ഒരു അത്ഭുതമായി മാറിയിരിക്കുന്നു. सालों के बाद अभी वो परमेश्वर के लिए अनेक लोगों God के can लिए do एक the अद्भुत बन same चुकी miracle है। in your life. परमेश्वर में आपके जीवन में Do you अद्भुत कामों believe? को करेगा। വിശ്വാസമുണ്ടോ? विश्वास करे। വിശ്വാസമുണ്ടോ? क्या आपको विश्वास He's going to है? fill your emptiness. परमेश्वर आपकी He's going खाली to change your life. वो आपके जीवन को परिवर्तन कर देगा। What is the speed of God? परमेश्वर का रफ्तार क्या है? ദൈവത്തിന്റെ സ്പീഡ് എന്താ? परमेश्वर की रफ्तार क्या है? അന്ന് കുതിര, ഇന്ന് റോക്കറ്റ്. उस दिन घोड़ा था, आज रॉकेट है। നമുക്കൊക്കെ ഇത്രയും സ്പീഡിൽ നമ്മൾ ഓടി നടന്നിട്ട് പൗലോസുമായിട്ടൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. हम इतना स्पीड में भाग कर भी हम पौलुस के पता समान नहीं बन बाबा। नहीं पा रहे हैं। ഉണ്ടോ? പൗലോസിനെ പോലെ ഒരു ക്യാരക്ടർ പിന്നെ എഴുന്നേറ്റിട്ടില്ല. पौलुस के समान फिर एक Secret. कैरेक्टर उठाई नहीं है। Secret. रहस्य, ഭയങ്കര നിറവാ, भरपूरी। ഭയങ്കര आमेन, നിറവാ, हालेलुया, भरपूरी, ഭയങ്കര അനോയിന്റിംഗ്, अभिषेक, ഭയങ്കര അഭിഷേകമാ. अभिषेक। കുത്തിയിരുന്ന് പ്രാപിച്ചോ കേട്ടോ. बैठकर प्राप्त कर ले। നിറവ് കൂടുന്നതിനനുസരിച്ച് जितना भरपूरी भरेगा, നിന്റെ ഗ്രാഫിന്റെ വലിപ്പം കൂടും. आपकी ग्राफ की ऊंचाई बढ़ेगी। നിറവ് കൂടുന്നതിനനുസരിച്ച് जितनी भरपूरी നിന്റെ बढ़ेगी, വിസ്തൃതി, നിന്റെ ഏറിയായ ദൈവം വിസ്തൃതമാക്കും. आपका सीमाओं को परमेश्वर बढ़ाएगा। നിറവ് खरबशत, That's a secret. भरपूरी। परमेश्वर के दास होने के ഇത് नाते റോക്കറ്റെ പോകുന്ന മനുഷ്യരുടെ കാലമാണ്. रॉकेट में जाने वाला जमाना है। ഇപ്പം 2 പേര്, സുനിത വില്യംസും ബുഷ് വിൽമോർ, അല്ല ബാരി യൂജിയൻ വിൽമോർ എന്ന പുള്ളിയുടെ പേര്. सुनीता विलियम्स और वो बश विलमोर, അവർ രണ്ടുപേരും തിരിച്ചു വന്നു. अभी दोनों वापस लौट आ गए। ഞാൻ ഈ ബുഷ് വിൽമോറിനെ കുറിച്ച് ഇങ്ങനെ ഒരു പാഠഭേദമൊക്കെ ഞാൻ ചെയ്തു. मैं इस विलमोर के बारे में एक കാരണം അദ്ദേഹത്തിന്റെ यूट्यूब 2-3 चैनल ഇന്റർവ്യൂ में ഞാൻ കേട്ടു. 2-3 इंटरव्यू मैंने सुना। അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാം? वो उन्होंने क्या कहा? കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ അവിടെ പോയി കുടുങ്ങി കിടന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ वहां पर जाकर फंस गए थे, स्पेस में जाकर അങ്ങോട്ട് तीसरे കൊണ്ടുപോയ महीने വണ്ടി में। തിരിച്ചു വരാൻ വേണ്ടി കേടായി പോയി. तो जिस उस पे गए थे वो स्पेस वहां वापस आने അങ്ങോട്ട് को പോയ नहीं വണ്ടി हुआ। തിരിച്ചു വരാൻ കേടായി പോയി. तो जिसे गए थे वैसे वापस नहीं आ നടന്നു पाए। വല്ലതും വരാൻ പറ്റുമോ ദൈവമക്കളെ? चलकर तो आ नहीं सकते। നമ്മളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ അല്ലേ, ഹലോ അല്ലെ ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു പോരും. हम ऊबर बुक करके भी हम आ ഇപ്പൊ सकते हैं। ഇന്നലെ ഒരു വാർത്തയുണ്ട്, കേരളത്തിലെ KSRTCയുടെ സ്വിഫ്റ്റ് ആരാണ്ട് ബുക്ക് ചെയ്തു. कल मैंने न्यूज में आया कि KSRTC का स्विफ्ट किसी ने ऑर्डर किया, പക്ഷെ ടൈം ആകുന്നതിന് മുമ്പ് ഡ്രൈവർ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി. लेकिन टाइम होने से पहले അപ്പൊ ही ബുക്ക് ചെയ്ത ആള് गाड़ी പിന്നെ लेकर വണ്ടി चला പിടിക്കാൻ गया। വന്നപ്പോ വണ്ടി അങ്ങ് പോയി. तो 16 बुक किया കിലോമീറ്റർ व्यक्ति जब आया तो बस ടൈം निकल चुका था। അപ്പൊ പിന്നെ വലിയ പ്രശ്നമായി. फिर बहुत बड़ा കാരണം समस्या ടൈം हो गया, ആയിട്ടില്ല വണ്ടി പോകാനുള്ള. टाइम हुआ नहीं था। പിന്നെ ഹല്ലേലൂയ കാറ് പിടിച്ചു പുറകെ പോയി. फिर ടാക്സി टैक्सी പിടിച്ചു. पकड़कर बस का पीछा किया। 16 കിലോമീറ്റർ കാറ് പിടിച്ചു പോയി, ബസ് പിടിച്ചു. 16 किलोमीटर पीछे जाकर ഇവിടൊക്കെ फिर ബസ് बस മിസ്സായാൽ पकड़ा। അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. अभी बस मिस हुआ तो ऐसा कर सकते हैं, പക്ഷേ लेकिन ഈ പോയേക്കുന്നിടത്തുനിന്ന് തിരിച്ചു വരാൻ പറ്റുമോ? जहाँ पर गए हैं वो स्पेस वहां से लौटकर അങ്ങനെ तो आ കുടുങ്ങി नहीं കിടന്നപ്പോൾ सकते। वैसा वो जब फंसे हुए थे ഒക്ടോബർ മാസത്തിൽ अक्टूबर महीने में, 3-4 മാസങ്ങൾക്ക് ശേഷം 3-4 महीने के बाद ഈ
ഹല്ലേലൂയ. നാഷ്വില്ലിൽ നിന്നുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടർ അയാളോട് ചോദിച്ചു, ബുച്ച് വിൽമോറിനോട് ചോദിച്ചു. एक न्यूज़ रिपोर्टर ने विल्मोर से पूछा, പുള്ളി അന്നേരം ചിരിച്ചോണ്ടാ സംസാരിക്കുന്നത്, तो काफी കൂളായിട്ടാ സംസാരിക്കുന്നത്. हंसते हुए स्माइल करके हाथ सब बांध कर ऐसा खुशी के साथ बात कर रहे നീ थे। നിന്റെ പോസിറ്റീവ് ഔട്ട്ലുക്കിന്റെ സീക്രട്ട് എന്താ? तेरा ये जो Listen me, I want to say पॉजिटिव something. रीजन क्या है, इतना खुशी का कारण നിന്റെ क्या है, പോസിറ്റീവ് ഔട്ട്ലുക്കിന്റെ സീക്രട്ട് എന്താ? तेरे सकारात्मक की जो बिहेवियर दिखा रहा है अब उसका हम रीजन क्या है? പറഞ്ഞോ? तो उसने कहा, I trust in the word of God. मैं परमेश्वर के वचन पर भरोसा रखता हूँ, ഞാൻ ദൈവത്തിന്റെ വചനത്തിലാ मैं परमेश्वर के വിശ്വസിക്കുന്നത്. वचन पर भरोसा I am रखता not हूँ। trusting in NASA's power to bring me back. मैं ये भरोसा नहीं करता कि नासा My की ताकत God, I मुझे वापस trust in the लेकर word of आएगी, God. लेकिन परमेश्वर के वचन पर भरोसा And I रखता हूँ read the word of God. और मैं वचन पढ़ता हूँ। And there is lot of stories in the scripture. और बाइबल में बहुत सारी ऐसी कहानियां വേദപുസ്തകത്തിൽ हैं, ഒത്തിരി കഥകളുണ്ട്. बहुत सारी कहानियां ഞാൻ हैं। ഇവിടെ ഇരിക്കുമ്പോൾ അതൊക്കെ വായിക്കും. जब मैं यहाँ पर ആ बैठ कर वो पढ़ता കഥകൾ हूँ, എനിക്ക് ധൈര്യം തരും. वो कहानियां मुझे बलवंत करती है। ബുച്ച് വിൽമോർ പറയാ, സ്പേസ് ഷട്ടിലിന്റെ അകത്തിരുന്നോണ്ട് ഞാൻ ഈ കഥകളൊക്കെ ഓർക്കും. ഏത് കഥയാ? विल्मोर इस प्रकार से कह रहा है कि जब मैं പണ്ട് बैठ कर മോശ वचन ചെങ്കടലിനെ की പിളർന്നില്ലേ? कहानियों को मैं सुनता हूँ। ആ സ്റ്റോറി അകത്ത് കയറിയിട്ട് പറയും, എടാ കർത്താവിന് ചെങ്കടലിനെ പിളർക്കാമെങ്കിൽ मूसा के बारे में ये सब God जो can make a वचन way वो मन में लेता है where और there बोलता is है, no way. अगर लाल सागर को दो किया बचो। है तो मेरे लिए परमेश्वर राह He निकालेगा। will make a way. Where जहाँ there is रास्ता no नहीं way. है वहाँ पर परमेश्वर मेरे लिए रास्ता ദൈവത്തിനൊരു निकालेगा। വഴി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. परमेश्वर एक रास्ता बना सकता है। ഹോ, ദാവീദിന്റെ സ്റ്റോറി ഓർക്കും. दाऊद की स्टोरी को मैं याद സ്റ്റോറി करता ഓർക്കും, हूँ। സ്റ്റോറി ഓർക്കും. दाऊद की कहानी में നിങ്ങൾ याद करता വേദപുസ്തകം हूँ। വായിച്ചിട്ടെ अब वचन ഇതിനകത്ത് पढ़कर സംഭവിച്ച എല്ലാ സംഭവം എടുത്തിട്ട് പറയണം. इसके अंदर होने सारी ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നടക്കും. घटनाओं को लेकर बोलना कि ये सारी बातें मेरे जीवन में पूरा होगा। വിശ്വസിക്കാൻ പറ്റുമോ? क्या विश्वास कर सकते हो? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ऐसा आप प्रैक्टिस करके देखें, നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും ചിരിച്ചോണ്ട് പറയാൻ പറ്റും. आपकी हर मुसीबत में हंस कर बोल सकते हो। നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടെ ജീവിക്കാൻ പറ്റും. एक सकारात्मक നിങ്ങൾക്ക് आउटलुक के ധൈര്യത്തോടെ साथ आप കൂടെ जी പറയാൻ सकते പറ്റും, हो। ഞാനൊരു മിറക്കിൾ ആകാൻ പോവുകയാണ്. आप हिम्मत के साथ कह पाओगे कि मैं एक अद्भुत ഞാൻ बनने ഒരു जा miracle रहा ആകാൻ हूँ, പോവുകയാണ്. मैं एक अद्भुत बनने जा रहा हूँ। ഹല്ലേലൂയ. റോമാലേഖനം 15:4. रोमियो 15 का 4। റോമർ 15:4. ഞാൻ റോമിയോ കണ്ടുപിടിക്കാൻ പോയി, 15 का പ്രാർത്ഥിക്കാൻ 4. പോയി. 15:4. റോമിയോ ഒന്ന് 15 വായിച്ചാട്ടെ. का 4. റോമർ 15:4. रोमी 15 का 4। എന്താ എഴുതിയിരിക്കുന്നത്? Somebody help me. റോമർ 15:4. ശഖലാൽ അബ്ദുൽ പംതനി. അതല്ലേ വാക്യം? എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും ആ. നമ്മുടെ ഉപദേശം എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും എന്ന് പറഞ്ഞാൽ ഈ വേദോസത്തിൽ എഴുതിയിരിക്കുന്നത്, ഓക്കെ, ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് मतलब പറയാം. जो इस वचन में लिखा हुआ सारी बातें, Whatever things are written in the word of God. जो परमेश्वर के वचन पर लिखा हुआ है, മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും जो बातें पहले लिखी गई is है, for your instruction. നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ആ, സ്ഥിരമായതും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിനും തന്നെ oh, it's എഴുതിയിരിക്കുന്നു. complicated in Malayalam, I think. Somebody read it in Hindi, English. Whatever written in the past, that means in the scripture, in the Old Testament, was written to instruct me or teach me. It's to teach you. ഓരോ സ്റ്റോറിയും വായിച്ചിട്ട് പറയണം, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. जो भी लिखा हुआ है वचन वो पढ़कर कहना कि ये सारी बातें मुझे सिखाने के लिए लिखा है। Oh my God, वे hallelujah. हमारी ही शिक्षा के लिए लिखी ആ गई है। ദൈവദാസന്മാരുടെ ജീവിതത്തിലെ സംഭവം എഴുതിയിട്ടില്ലേ? वो परमेश्वर के दासों के बारे में जो लिखा है ना, അവരുടെ എൻഡ്യൂറൻസ് നിങ്ങളൊന്ന് കണ്ടേ? उनका धीरज को आप जरा അവരുടെ देखिए। ക്ഷമ, എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? उनका धीरज, ക്ഷമ, ക്ഷമ അല്ലേ? ആണോ? എൻഡ്യൂറൻസ് ക്ഷമയല്ലേ? उनका धीरज, എന്തോ ക്ഷമയാന്നറിയാ? उनमें कितनी धीरज है। യോബിന്റെ മുഴുവൻ പോയിട്ടും പറയാ, എല്ലാം പോയെന്നേ. अय्यूब का പറയാൻ सब പറ്റുമോ? कुछ नष्ट हो गया, फिर भी वो कहता है എന്റെ ദേഹം ഇങ്ങനെ നശിച്ചു പോയാലും मेरा शरीर ऐसा नष्ट हो जाए, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. My मेरा Redeemer परमेश्वर lives. जीवित है, मेरा उद्धारकर्ता ആ, जीवित है। അല്ല, മണ്ണോട് മണ്ണായി ഞാൻ മറഞ്ഞു പോയാലും यदि मैं मिट्टी मिट्टी में मिल जाऊं, എന്നെ ഉയർപ്പിക്കും അവൻ. मुझे वो ഹല്ലേലൂയ. जिलाएगा। ഹല്ലേലൂയ. हालेलुया। പറയാൻ പറ്റുമോ? क्या आप कह पाओगे? പറയാൻ പറ്റുമോ? ദാവീദിനെ നോക്ക്, दाऊद को എന്തൊരു देखे, ക്ഷമയാന്നറിയാമോ? क्या धीरज है उसमें। എല്ലാം നെഗറ്റീവാ ജീവിതത്തില്. सब कुछ नकारात्मक പക്ഷേ പറയാം, बातें चल എന്റെ रही ദൈവത്താൽ. है, लेकिन वो बोलते हैं मेरे परमेश्वर के द्वारा। എനിക്ക് ഈ മെസ്സേജ് നിങ്ങളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കാനേ പറ്റത്തുള്ളൂ. ये ബാക്കി നിങ്ങളുടെ संदेश में बोल ही सकता हूँ, ഇത് लेना റിസീവ് आपका ചെയ്തിട്ട് काम है। പറയണം, रिसीव आपको എനിക്കുള്ളതാ, करना ഞാൻ है ഇന്നു മുതൽ അങ്ങനെ ജീവിക്കാം. और कहे कि मैं वैसा जीने So चाहता their endurance धीरज is an encouragement for us. वो हमारे लिए एक प्रोत्साहन ആ, है। ഇതാ ബുച്ച് വിൽമോർ ചെയ്തത് കേട്ടോ. यही बुश विल्मोर When ने he read the किया था। stories inside the Bible, जब हम वचन he के got कहानियां encouraged. पढ़कर वो he got प्रोत्साहित that हुआ positive energy in his life. और उसके जीवन में एक आशा आ गई। Oh my God.
വേദോസം വായിച്ചിട്ട് वचन पढ़कर ചെങ്കടൽ പിളർന്നു. लाल എനിക്ക് समुद्र വേണ്ടി दो हो പിളരും. गया तो യോർദാൻ मेरे लिए വഴി भी മാറി, दो എനിക്ക് होगा. വേണ്ടി വഴി മാറും. योरदान रास्ता हट गया मेरे लिए വേദോസത്തിലെ भी എല്ലാ हट गया. അത്ഭുതങ്ങളും അത് നടന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കും. परमेश्वर के वचन के सारे अद्भुत अगर हुआ है तो मेरे जीवन में भी होगा. എത്ര പേർ റെഡിയാ? कितने लोग तैयार हैं? എത്ര പേർ റെഡിയാ? कितने लोग तैयार हैं? ആ റോമർ 15 അധ്യായത്തിൽ रोमियो 15 പൗലോസ് പറഞ്ഞ ഒറ്റ വാക്കോട് പറഞ്ഞു നിർത്തുക. पौलुस ने एक और बात कही. പൗലോസ് പറയാ, ഐ വാണ്ട് ടു വിസിറ്റ് റോം. എനിക്ക് റോമിൽ വരണം. मुझे रोम में आना പക്ഷെ है. വരുമ്പോൾ लेकिन जब मैं आऊंगा, ഞാൻ വരുന്നത് जब मैं आऊंगा ഒരു വലിയ ഫീലിംഗോട് കൂടെ ആയിരിക്കും. एक भरपूरी के साथ आऊंगा. ഞാൻ ഒഴിഞ്ഞവനായിട്ട് വരത്തില്ല. मैं खाली होकर नहीं എന്നെ അത് आऊंगा. അത്ഭുതപ്പെടുത്തി. എന്നെ അത് അത്ഭുതപ്പെടുത്തി. मुझे वो अद्भुत कराया. കാരണം പൗലോസ് പറയാ, क्योंकि पौलुस ഞാൻ कहता റോമിൽ है വരുമ്പോൾ मैं जब रोम पर आऊंगा നിറഞ്ഞേ വരത്തുള്ളൂ तो मैं भरपूरी के साथ എന്ന് आऊंगा. പറഞ്ഞാൽ मतलब റോമിൽ വന്ന് ഞാൻ സ്റ്റേജിൽ നിന്നാൽ रोम पर आकर मैं मंच पर എന്നിൽ खड़ा നിന്ന് ഒഴുകാൻ रहा പോകുക അഭിഷേകം. तो मेरे द्वारा वो अभिषेक എനിക്കത് വലിയ व्यापार करने പാഠമായിരുന്നു वाला കേട്ടോ. है. ആ വചനം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എവിടെ പോയാലും वो वचन पढ़कर मैंने भी कहा, empty ആയിട്ട് मैं പോകരുത്, किधर भी നിറഞ്ഞേ जाऊं, പോകാവുള്ളൂ. मैं खाली होकर जाऊंगा ഒരു नहीं, സ്റ്റേജ് भरपूरी കിട്ടിയാൽ के साथ അഭിഷേകന്മാരെ, जाऊंगा. एक मंच मिल जाए. ഒഴിഞ്ഞവരായിട്ട് നിങ്ങൾ പോകരുത്. खाली होकर നിങ്ങൾ जाना കേറി नहीं. നിന്ന് കഴിയുമ്പോൾ यदि आप चढ़कर खड़ा ഓ होगा, വിശ്വാസത്താൽ നിങ്ങളിൽ നിന്ന് അഭിഷേകം ഒഴുകാൻ തുടങ്ങണം. विश्वास के द्वारा आपके जीवन से अभिषेक का संचालन होना है. നിറവുള്ളവരായിരിക്കുക. भरपूरी के साथ emptiness रहे. മാറട്ടെ. खालीपन Shall we हटे. stand in the presence of God? आप अपनी उपस्थिति में खड़े हो जाए. Hallelujah. ശാന്തമായി ആരാധിക്കാൻ പോകുക. हम मिलकर गीतों को ശാന്തമായി ആരാധിക്കാൻ പോകുക. गीतों को गाकर हम आराधना Someone करने need a जा रहे special हैं. prayer. Someone need a special prayer. किसी को अगर खास प्रार्थना की Feel free जरूरत to है come तो forward. हम आगे लेकर ആർക്കെങ്കിലും आइए. പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ खास നമുക്ക് प्रार्थना की മുമ്പിലേക്ക് जरूरत, വരാം. आप आगे आ सकते हो. നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമുണ്ടെങ്കിൽ आपके जीवन निर्णय है तो സ്വർഗ്ഗത്തിന്റെ അടുക്കലൊക്കെ കൈ കൊടുത്തിട്ട് പറ, स्वर्ग में अपने हाथ बढ़ाकर कहे, കർത്താവേ എന്റെ കൈ പിടിച്ചോണം. परमेश्वर मेरा हाथ पकड़ എന്റെ ले. എല്ലാ വിഷയം നിന്നെ ഏൽപ്പിക്കുക. मेरी सारी विषय तुझ को ഞാൻ सौंपता ഈ हूँ. മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ इस मीटिंग के बाद जब मैं लौट ഞാൻ कर ഒഴിഞ്ഞവനായി जाऊंगा പോകത്തില്ല, तो मैं ഒഴിഞ്ഞവളായി खाली होकर പോകത്തില്ല. जाऊंगा नहीं. ഞാൻ ഒരു വലിയ ബലത്തോട് പോകാൻ പോകുക. मैं एक बल के साथ जा रहा हूँ. എന്നെ ഒരു അനുഗ്രഹമാക്കാൻ പോകുക. मुझे एक आशीषित എന്നെ ഒരു बनाना है. നിറവാക്കാൻ പോകുക. मुझे एक भरपूरी ഞാൻ बनाना है. അനേകർക്കൊരു നിറവാകാൻ പോകുക. मैं अनेक लोगों के लिए भरपूरी करोड़ों करने शक्तिमय जा अडिच। रहा हूं. हाथ ताली बजाकर യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ട. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയും
സ്തോത്രം ചെയ്യുന്നു. धन्यवाद देता हूँ मैं उस उपस्थिति के लिए। വിശുദ്ധന്മാരെ കർത്താവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ പോകും. अभिषेक लोग परमेश्वर आपको सामर्थ्य तौर से इस्तेमाल करने जा रहा നിങ്ങൾ എവിടെ പോയാലും है। आप कहीं भी चले जाए നിറവോട് പോകും. एक भरपूरी के साथ जाए। അങ്ങനെ പൗലോസ് പറഞ്ഞു. हालेलुया। वैसा पौलुस कहता है ഒരു വലിയ നിറവോട് പോകുക. एक बहुत बड़ी ഞാൻ भरपूरी റോമിൽ के വരുമ്പോൾ साथ जब मैं रोम में आऊंगा നിറവോട് വരും. भरपूरी के साथ आऊंगा। നിറവോട് പോയെങ്കിൽ മാത്രമേ यदि भरपूरी के साथ जाओगे റോമാലേഖനം तो 1-ാം ही അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ ആഗ്രഹം നടക്കത്തുള്ളൂ. रोमियो के पहले अध्याय में कहा वो इच्छा എന്താ पूरा ആഗ്രഹം? हो। क्या है वो I इच्छा? want to impart some of my spiritual gifts. मैं मेरे आत्मिक वरदानों को देना എനിക്ക് चाहता ചിലത് हूँ। ഇമ്പാർട്ട് ചെയ്യണം. मैं कुछ सौंपना चाहता ഇമ്പാർട്ട് हूँ। ചെയ്യണമെങ്കിൽ അകത്തൊരു നിറമുണ്ടാകണം. यदि मैं कुछ सौंपना चाहता हूँ तो अंदर मेरे ഒഴിഞ്ഞവന് पास വല്ലതും कुछ होना കൊടുക്കാൻ चाहिए। खाली है तो मैं कुछ दे नहीं നമ്മൾ सकता। ഒഴിഞ്ഞതാണ് വല്ലതും കൊടുക്കാൻ अगर പറ്റുമോ? मैं खाली हूँ तो मैं പക്ഷെ कुछ दे नहीं നമ്മുടെ അകത്തൊരു सकता। നിറമുണ്ടെങ്കിൽ हमारे अंदर एक भरपूरी है तो നമ്മുടെ അകത്തൊരു നിറമുണ്ടെങ്കിൽ हमारे अंदर एक भरपूरी है तो നമ്മുടെ അകത്തെ നിറവ് ഇമ്പാർട്ട് ചെയ്യാൻ പോകുകയാണ്. हमारे अंदर की भरपूरी वो इम्पार्ट होने वाला है। നിറഞ്ഞോണം നിറഞ്ഞോണം भरने लगे, भरने ചർച്ചിലെ लगे। ലീഡേഴ്സ് നിറയണം. कलीसिया के लीडर्स भरने സൺഡേ സ്കൂൾ लगे। ലീഡേഴ്സ് നിറയണം. संडे स्कूल के लीडर्स choir भरने लगे। members निറയണം. choir के हर एक बच्चे Praise and leaders നിറയണം. प्रेसल के लीडर्स നിറയണം നിറയണം നിറയണം. भरने लगे। ആത്മാവിൽ നിറയണം. आत्मा में भरने आत्मा में लगे। निറയണം. आत्मा में आत्मा में भरपूरी निറയണം. आत्मा की भरपूरी प्राप्त कर ले। പ്രാർത്ഥിക്കാൻ പോകുക പ്രാർത്ഥിക്കാൻ പോകുക എന്നിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർത്ത് പ്രാർത്ഥിക്കാം. हम मिलकर प्रार्थना എല്ലാവരും करने ചേർത്ത് പ്രാർത്ഥിക്കാം. हम मिलकर प्रार्थना करने ഓ जा रहे हैं। ശഹനാരം ധനേരഗദൽ ഖഡഗശദനെ. रेखेवाना बरवा, ओरा പകൽക്കാലം നമ്മോട് സംസാരിച്ച വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. आज बात की हमारे वचन के सामने हम समर्पण करेंगे। ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. हम समर्पण करके प्रार्थना ഈ വചനം करेंगे। നമുക്ക് ആർക്കും നഷ്ടപ്പെടരുത്. ये वचन हमें से किसी को भी नष्ट ഈ ना होने ബലത്തോട് दे। പോകണം. इसी बल के ഈ साथ ധൈര്യത്തോടെ जाए, പോകണം. इसी हिम्मत के साथ അടുത്ത जाए। ഞായറാഴ്ച വരുമ്പോൾ अगले हफ्ते जब ഒരു आप വലിയ आएंगे സന്തോഷത്തിന്റെ സാക്ഷ്യം एक പറയണം. बहुत बड़े आनंद का गवाही देना। ഹല്ലേലൂയ. 2 മിനിറ്റ് കൂടെ നമുക്ക് ഇരിക്കാം ദിവസം. 2 मिनट और आप बैठ जाइए। ഞാൻ ഇന്ന് ആത്മാവിന്റെ ഒരു പ്രേരണ നിമിത്തം എല്ലാം ഉൾട്ടാപുൾട്ടായിരുന്നു. आज आत्मा की प्रेरणा के अनुसार कुछ क्रम पर नहीं हुआ। Normally we used to introduce people those who are here for the first time. नॉर्मली हम पहली बार आए वो It's को not स्वागत because that करते I हैं। forget it, but because of the guidance of the Holy Spirit. मैं भूला नहीं लेकिन पवित्र आत्मा की अगुवाई के अनुसार ഞാൻ चल रहा ദൈവത്തിന്റെ था। വചനത്തിലൂടെ പെട്ടെന്ന് കയറുകയാണ്. जल्दी ही परमेश्वर के वचन पर प्रवेश कर लिया था। I want to welcome you all. मैं आप सबको स्वागत ദൈവം करना അനുഗ്രഹിക്കട്ടെ. चाहता हूं। परमेश्वर आपको आशीषित അടുത്ത करे। ആഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് ഈ ചർച്ച് ഒരു വലിയ ബ്ലെസ്സിംഗ് ആയിരിക്കും. आने वाले दिनों में ये कलीसिया आपके जीवन बहुत बड़ा आशीष का कारण എസ്പെഷ്യലി होने पाए। നമുക്ക് അന്തേരിയിൽ നിന്ന് ഒരു പ്രിയ ആന്റിയും കുഞ്ഞുങ്ങളും ചേർന്ന് വന്നിട്ടുണ്ട്. खास तौर से अंधेरी से हमारे पास एक आंटी കഴിഞ്ഞ और ദിവസം उनके ഞങ്ങൾ बच्चे ഫോണിൽ हमारे- സംസാരിച്ചു. पीछे പല हमने പ്രാവശ്യം फोन पर बात പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ. തലിയാൻ ബജാക്കർ ഇസ് പരിവാർക്ക് സ്വാഗതം. കരങ്ങളെ കൊട്ടി They are from നമുക്ക് Andheri. They are here for the first time. We welcome you. We are Amen, so amen, happy that you are amen. here. Praise God. ദൈവം Hallelujah. അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Amen, amen. Praise ഹല്ലേലൂയ. God. നമ്മുടെ ചർച്ചിന് അവരൊരു ബ്ലെസ്സിംഗ് ആകട്ടെ. നമ്മുടെ ചർച്ച് അവർക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി Amen. ഹമാരി കലീസിയ ആൻറ്റി ഉनको പേരൊന്ന് आशीष का പറഞ്ഞ് कारण ഇൻട്രൊഡ്യൂസ് बने। ചെയ്യാമെങ്കിൽ ആളുകൾക്ക് ഓർക്കാൻ പറ്റുമായിരുന്നു. Can you please introduce? Mic. वल्सा Well, say it, please.